കുടുംബജീവിതം എന്ന് പറയുമ്പം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാതെ മക്കളെയൊക്കെ വളർത്തി സക്സസ്ഫുള്ളായിട്ട് ജീവിക്കുന്നു. അതിന് ദൈവം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം വെച്ചും വിദ്യാഭ്യാസം വെച്ചും ബുദ്ധി വെച്ചും വിവേകം വെച്ചും അങ്ങനെ നമ്മളൊരു സക്സസ്ഫുള്ളായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കുന്നു. അതിന് ദൈവം നമ്മളെ സഹായിക്കുന്നു. ഇങ്ങനൊരു ഇമേജാണ് നമുക്ക് പലപ്പോഴും വിവാഹ ജീവിതത്തെക്കുറിച്ച് കിട്ടുന്നത്. പക്ഷെ ശരിക്കും ക്രിസ്തീയ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ശരിക്കും നമ്മൾ ഈ ലോകത്ത് എന്തെങ്കിലും സന്തോഷം കണ്ടെത്തുന്നതോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്നതോ സക്സസ്ഫുൾ ആകുന്നതോ ഒന്നുമല്ല ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിസ്തീയ കുടുംബജീവിതത്തിന് കുറേ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റ് ഒരിടത്തും കാണാത്ത കുറേ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി മാത്രമേ ശരിക്കുമുള്ളൊരു ശിഷ്യരുടെ ലൈഫ് നമുക്കൊരു കുടുംബത്തിനകത്ത് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അതിന് നമുക്കറിയാം, എല്ലാവരും യൂണിവേഴ്സലായിട്ട് കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എടുക്കുന്നത് എഫേസ്യ ലേഖനമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും, തുടർന്ന് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിശുക്കളും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും, ഇതെല്ലാം കുടുംബത്തിൻ്റെ ഭാഗത്തുമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. സാധാരണ എല്ലാവരും പെട്ടെന്ന് എടുക്കുന്നത് എഫേസ്യ ലേഖനമാണ്. അത് എഫേസ്യ ലേഖനത്തിലെ ചില വാക്യങ്ങൾ തന്നെ വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഞാൻ വായിക്കാം. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഇവിടെ അനേകം ഭാര്യമാരിപ്പുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കൽപ്പന അനുസരിച്ചിട്ടുള്ള എത്ര ഭാര്യമാർ ഇവിടെ ഉണ്ടാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാനത് സഹോദരിമാരോടല്ല, ഭർത്താക്കന്മാരോടാണ് ചോദിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ആരെന്ന പോലെ? കർത്താവെന്ന പോലെ. ഇതിങ്ങനെ നിങ്ങളുടെ ഭാര്യമാർ അനുസരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. ഉണ്ടോ? അറിയില്ല, എനിക്ക് തോന്നിയിട്ടില്ല. 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ആരെ പോലെ? ആര് സ്നേഹിച്ച പോലെ? ക്രിസ്തു സ്നേഹിച്ച പോലെ. ക്രിസ്തു എങ്ങനെ സ്നേഹിച്ചത്? അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ പുരുഷൻ ഇങ്ങനെ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? പ്രയാസമാണ്. ഉള്ള കാര്യം പറഞ്ഞാൽ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കീഴടങ്ങലും ഈ സ്നേഹമൊന്നും നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തു പറയുന്നു? നടക്കുമോ? എന്നാൽ ഞാൻ ആദ്യമേ നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ പോവാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കില്ല. അതിൻ്റെ കാരണം മനുഷ്യൻ്റെ ജഡത്തിൽ ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു റിസോഴ്സും ഇല്ല. കർത്താവിനെന്ന പോലെ സകലത്തിലും കീഴടങ്ങാനും ഇനി അങ്ങനെ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ തന്നെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. അത് എങ്ങനത്തെ മണവാട്ടിക്ക് വേണ്ടിയാണ് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്? കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും എല്ലാം ഉള്ള നമ്മളെപ്പോലെയുള്ള പാപികളായ ശത്രുക്കളായ ആളുകൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുമോ? ഒരു മനുഷ്യനത് സാധിക്കുമോ? ഇത് ശരിക്കും ഇത് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ജഡത്തിലൊരു കോൺഫിഡൻസ് തോന്നും, കർത്താവ് സഹായിച്ചാൽ ഞാനിത് ചെയ്യുമെന്ന്. പക്ഷെ സാധാരണഗതിയിൽ തീരുമാനം എടുക്കുന്നതല്ലാതെ ഇത് എവിടെയും നടന്ന് കണ്ടിട്ടില്ല. നമ്മൾ സ്വയം ഒന്ന് ശോധന ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിയിരിക്കുമായിരിക്കും. ഇങ്ങനെ ഒരാൾ വന്ന് വചനം വായിച്ചിട്ട് ഇത് നടപ്പാവില്ലെന്നും പറഞ്ഞ് തുടങ്ങുന്ന നേരപ്പം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്താണ് ഈ മനുഷ്യൻ പറഞ്ഞു വരുന്നത്? വചനം നടപ്പാവില്ലെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. അപ്പോൾ പിന്നെ ഈ കൽപ്പനകൾ, ഈ നടക്കാത്ത കൽപ്പനകൾ എന്തിനാണ് കർത്താവ് ഇങ്ങനെ തരുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ബൈബിളിൽ എളുപ്പമല്ലാത്ത ഒത്തിരി കൽപ്പനകളുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. യേശു കർത്താവ് പറഞ്ഞ ഒരു കൽപ്പനയും എളുപ്പമല്ല എന്ന് മാത്രമല്ല അസാധ്യവുമാണ്. നിൻ്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ ചൂടിനെടുത്ത് എറിഞ്ഞ് കളയാൻ പറഞ്ഞതും, നിൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ വഴിയിരിക്കുന്ന മുടന്തരെയും കുഷ്ഠരോഗികളെയും വിളിക്കാൻ പറഞ്ഞതും, പിന്നെ എന്താ ഒട്ടും നടക്കാത്തത്? നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞതും, നിങ്ങളുടെ കയ്യിൽ നിന്ന് അതിര് മാന്താൻ ശ്രമിക്കുന്നവന് അത് വിട്ടുകൊടുത്തേക്കാൻ പറഞ്ഞതും, പിന്നെന്തോ നിങ്ങൾ എവിടെയെങ്കിലും സുവിശേഷം പറയാൻ പോയാൽ ചെരുപ്പെടുക്കരുതെന്നും തോളത്ത് സഞ്ചി തൂക്കരുതെന്നും രണ്ടാമതൊരു വസ്ത്രം എടുക്കരുതെന്നും പറഞ്ഞതും, സഹോദരനെ നിസാര എന്ന് വിളിക്കരുത്, അവന് വലിയ വിവരമൊന്നുമില്ലാന്ന് മനസ്സിൽ പോലും പറയരുത് എന്ന് പറഞ്ഞതും, ഇങ്ങനെ യേശു കർത്താവ് പറഞ്ഞ കൽപ്പനകൾ, പുതിയ നിയമത്തിൻ്റെ കൽപ്പനകൾ വെച്ച് നോക്കിയാൽ നമ്മളിൽ ആരും കൽപ്പന അനുസരിച്ചിട്ടില്ല. ഇത് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അനുസരിക്കാൻ പറ്റുന്ന ചില പ്രമാണങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അനുസരിക്കുന്നുണ്ട്. ഒരു സാമാന്യ മനുഷ്യന് അനുസരിക്കാൻ പറ്റുന്ന ഒത്തിരി പ്രമാണങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അനുസരിക്കുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു ഒന്നും അനുസരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സത്യസന്ധമായിട്ട് ഹൃദയത്തിലേക്കൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ കയ്യിലുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് ഇറങ്ങി വരാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പം ബന്ധുക്കാരെ സ്വന്തക്കാരെ വിളിക്കാതെ റോഡിലിരിക്കുന്നവരെ വിളിച്ച് സൽക്കരിക്കാൻ പറ്റുമോ? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തിനാണ് കർത്താവ് ഇങ്ങനെയുള്ള നിയമങ്ങൾ നമുക്ക് തന്നത്? കുടുംബജീവിതത്തിലും നമ്മൾ ആ പാഠം പഠിച്ചെങ്കിൽ മാത്രമേ ഈ കൽപ്പനകൾ കൊണ്ട് പ്രയോജനമുള്ളൂ. എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ അനുസരണം സാധ്യമാകുകയാണെങ്കിൽ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. സാധാരണഗതിയിൽ ഒരു കൽപ്പന കേൾക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കും, ഞാൻ ഇന്നു മുതൽ. പക്ഷേ യേശു കർത്താവിൻ്റെ ഒരു കൽപ്പനകളിൽ നിന്നും അങ്ങനൊരു തീരുമാനമെടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ വിവാഹ ജീവിതം മാത്രമല്ല വിശുദ്ധീകരണവും അനുസരണവും എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതായത് ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ ധനവാനായ മനുഷ്യൻ ഒരു ദിവസം കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകളെ പ്രമാണിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, ആ കൽപ്പനകളുടെ ചില എക്സാമ്പിൾസ് കേട്ടപ്പോൾ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ അനുസരിച്ച് പോരുന്നതാണ് എന്നവൻ പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, എന്നാൽ നിനക്കൊരു കുറവുണ്ട്. നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ അവൻ ദുഃഖിച്ച് കടന്നുപോയി. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും എളുപ്പം ഒരൊട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കയറാനാണ് എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരു സൂചിക്കുഴയിലൂടെ നൂല് കയറ്റാൻ ഇനി എന്നെ കൊണ്ട് ജീവിതത്തിൽ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എൻ്റെ കണ്ണിൻ്റെ കപ്പാസിറ്റിയൊക്കെ തീർന്നു. ഇനി ഒരു സൂചിക്കുഴയിലൂടെ ഒരു നൂല് പോലും ഞാൻ വിചാരിച്ചാൽ കയറില്ല. ആ സൂചിക്കുഴയിലൂടെ ഒരൊട്ടകം കയറി ഇറങ്ങുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് അവസ്ഥ? ഒട്ടകം കയറുമോ? സൂചിക്കുഴയിലൂടെ കയറില്ല. ശരി, നമുക്ക് ധനവാന്മാരെല്ലാം ഒട്ടകങ്ങൾ എന്ന് വിളിച്ചാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ആടുകളെങ്കിലും ആണല്ലോ, അറ്റ്ലീസ്റ്റ് ഈച്ചയെങ്കിലും ആണല്ലോ.
അറ്റ്ലീസ്റ്റ് ഒരു ഉറുമ്പെങ്കിലും ആണല്ലോ. സൂചിക്കുഴയിലൂടെ കയറുമോ? അപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ധനവാനെ മാത്രം ഉദ്ദേശിച്ചല്ല, ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. കാരണം ധനവാനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഗുലുമാലുകളൊക്കെ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇനി പൈസ ഇല്ലെങ്കിൽ പോലും അഹങ്കാരത്തിനൊരു കുറവില്ലാത്തതുകൊണ്ട് നമ്മൾ ആരും ചില്ലറക്കാരല്ല. അറ്റ്ലീസ്റ്റ് ഒരു ആടെങ്കിലും ആണ്, അല്ലെങ്കിൽ ഒരു കുറുക്കനെങ്കിലും ആണ്. അതുകൊണ്ട് ഒരു മൃഗത്തിനും ഇതിലേ കയറാൻ പറ്റത്തില്ല. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഏത് മുതലാളി രക്ഷിക്കപ്പെടുമെന്നല്ല ശിഷ്യന്മാർ ചോദിച്ചത്, ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഈ ദൈവരാജ്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് സൂചിക്കുഴ പോലെയാണെങ്കിൽ ഇതിലെ ആരെങ്കിലും കയറുമോ എന്നാണ് ശിഷ്യന്മാർ ചോദിച്ചത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് മനുഷ്യരാൽ, ഇത് അസാധ്യമെന്ന് ഞാൻ പറഞ്ഞതല്ല. ആരാ പറഞ്ഞത്? ഈ കൽപ്പനകൾ അനുസരിച്ച് അസാധ്യമെന്ന് ആരാ പറഞ്ഞത്? കർത്താവ് തന്നെ പറഞ്ഞത്. മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. ഈ സകലതും സാധ്യം എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കണം, ഒരിക്കലും സൂചിക്കുഴാവൻ വലുതാക്കത്തില്ല. കാരണം സ്വർഗത്തിലേക്ക് പോകാനുള്ള നിലവാരം ഒരിക്കലും ഇളച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. പിന്നെ ആകെ ചെയ്യാവുന്നത് നമ്മളെ ഇതിനകത്തോടെ എങ്ങനെ വലിച്ചെടുക്കുന്നുള്ളതാണ്. ഇവിടെ ഒട്ടകങ്ങളല്ല, ആനകൾ വരെ കയറി ഇറങ്ങുന്നുണ്ട്, പക്ഷേ സൂചിക്കുഴയിലൂടെ കയറുന്നില്ല. അവർ ചർച്ചിനകത്ത് വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചർച്ചിൻ്റെ വാതിൽ, ഈ ചർച്ചിൻ്റെ അല്ല, പൊതുവെ ചർച്ചുകളുടെ വാതിൽ സൂചിക്കുഴ അത് ആനകൾക്കും തിമിംഗലങ്ങൾക്കും കയറാവുന്ന പോലെ വലുതാക്കി വെച്ചിട്ടുണ്ട്. അവരാണ് പെട്ടെന്ന് കയറുന്നത്. കൊതുകുകളൊക്കെ കയറി നമ്മൾ അറിയത്തു പോലുമില്ല. അപ്പോൾ ശരിക്കും ഈ പുതിയ നിയമത്തിൻ്റെ പ്രമാണങ്ങൾ, അല്ലെങ്കിൽ പഴയ നിയമ പ്രമാണങ്ങളുടെ മാർമിക തത്വങ്ങൾ, നമുക്ക് അതിന് പുതിയ നിയമം തന്നെ ആവശ്യമില്ല. മാർമിക തത്വങ്ങൾ അറിയാൻ പഴയ നിയമത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇത് പുതിയ നിയമം വായിച്ചു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഈ പഴയ നിയമത്തിലെ മാർമികമായ ന്യായപ്രമാണത്തിൻ്റെ മാർമിക വശം കർത്താവ് എടുത്ത് കാണിച്ചു കൊടുത്ത ആ മാർമിക വശം എന്ന് പറയുന്നത് ഒരു മനുഷ്യനാലും സാധ്യമല്ലാത്തതും, അതിൻ്റെ എക്സ്റ്റേണൽ ഫോം, പുറമേ ഉള്ള ഭാഗം മനുഷ്യരാൽ സാധിക്കുന്നതുമാണ്. മനസ്സിലായോ? അതായത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഓക്കെ, മനുഷ്യരാൽ സാധിക്കും അല്ലേ? ശരിയല്ലേ? നിങ്ങൾ ഇടയ്ക്ക് തലയാട്ടുവാണെങ്കിൽ എനിക്ക് ഇത്തിരി എളുപ്പമുണ്ടായിരുന്നു. ശബത്ത് നാളിനെ ശുദ്ധിയായിട്ട് ആചരിക്കുക സാധിക്കില്ലേ? നിന്റെ ദൈവത്തിൻ്റെ നാമം മൃത എടുക്കരുത്. എപ്പോഴും കർത്താവാണേന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്താൽ മിണ്ടായിരിക്കുക അല്ലേ? നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. എത്ര പാടാണേലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കൊല ചെയ്യരുത്, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലേ? വ്യഭിചാരം ചെയ്യരുത്, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലേ? പറ്റും അല്ലേ? മോഷ്ടിക്കരുത്, മോഷ്ടിക്കാതിരിക്കാൻ പറ്റില്ലേ? വിചാരിച്ചാൽ പറ്റും. കള്ളസാക്ഷ്യം പറയാതിരിക്കാൻ പറ്റത്തില്ലേ? പറ്റുമോ? പറ്റും. ഏതെങ്കിലും വിട്ടുപോയോ? സാരമില്ല. അവസാനത്തെ നിൻ്റെ കൂട്ടുകാരൻ്റെ യാതൊന്നിനെയും മോഹിക്കാതിരിക്കാൻ പറ്റുമോ? കൂട്ടുകാരന് നല്ല കാറുണ്ടെങ്കിൽ കൂട്ടുകാരൻ്റെ മോഹിക്കാതിരുന്നാൽ പോരെ. അതേ സാധനം ഷോറൂമിലുണ്ടല്ലോ, അത് മോഹിക്കാലോ. അത് കൂട്ടുകാരൻ്റെ ഒന്നും അല്ലല്ലോ. വേണേ പിടിച്ച് നിൽക്കുക അല്ലേ? ഇതെല്ലാം പുറമേ നിന്ന് അനുസരിക്കാവുന്ന പ്രമാണങ്ങളാണ് മോശ ആർക്ക് കൊടുത്തത്? ഇസ്രായേലിന് കൊടുത്തത്. ഇപ്പോൾ പുറമേ അനുസരിക്കാവുന്ന ഒരു പ്രമാണം ഇസ്രായേലിന് കൊടുത്തു. മാർമികമായൊരു പ്രമാണം അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് ഹാബേൽ തൊട്ട് അത് വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവർക്കത് ശരിക്കും മനസ്സിലായൊന്നുമില്ല. പക്ഷെ അവരെല്ലാം മാർമികമായൊരു നീതിയെ അനുഗമിച്ചു. അതായത് പഴയകാലങ്ങളിൽ മറഞ്ഞിരുന്ന അപ്പോസ്തലന്മാരാൽ മാത്രം വെളിപ്പെട്ട് വന്ന ഒരു മാർമികമായ രഹസ്യമായിരുന്നു. മാർമികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അധികം വലിയ വാക്കായിട്ട് ചിന്തിക്കേണ്ട. മർമ്മം എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമുള്ളൂ, വെളിപ്പാടില്ലാതെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അതിനാണ് മർമ്മം എന്ന് പറയുന്നത്. മ്ലേച്ഛത, മഹദിയാം ബാബിലോൺ ഒരു മർമ്മമാണ്. അത് വെളിപ്പാടുണ്ടെങ്കിൽ അത് എന്താണ് ഈ മഹദിയാം ബാബിലോൺ എന്ന് മനസ്സിലാവുള്ളൂ. സുവിശേഷം എന്ന് പറയുന്നത് പഴയകാലങ്ങളിൽ മറഞ്ഞു കിടന്നൊരു മർമ്മമാണ്. അതെന്താണെന്ന് വെളിപ്പാടുണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നീതി എന്ന് പറയുന്ന പുറമേ ഉള്ള നീതി, മീശ വടിക്കുന്നതും ഫുൾ സ്ലീവ് ഇടുന്നതും വെള്ള വസ്ത്രം ധരിക്കുന്നതും ആഭരണം ഊരുന്നതുമായ നീതി ഇവിടെ എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ മാർമിക വശം വെളിപ്പാടിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. മറ്റേത് പ്രസംഗത്തിൽ കൂടെ മനസ്സിലാവും, മനുഷ്യരാൽ സാധിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ നീതി എന്ന് പറയുന്നത് അതല്ല, അത് മാർമികമായി വെളിപ്പെടേണ്ടതാണ്. അതായത് വെളിപ്പാടിലൂടെ മാത്രം വരേണ്ടതാണ് ക്രിസ്തുവിൻ്റെ നീതി. ഹാബേൽ ക്രിസ്തുവിൻ്റെ നീതിയാണ് ഹാബേലിനെ രക്ഷിച്ചത് ആണോ? എബ്രായ ലേഖനം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് വിശ്വാസത്താലാണ് അവൻ രക്ഷപ്പെട്ടത്.
മനസ്സിലായോ? ഈ ഹാബേലും കായിനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? നിങ്ങൾ വിചാരിക്കും കുടുംബജീവിതത്തെക്കുറിച്ച് പറയാമെന്ന്. ഇത് പറയാതെ അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് ഒരു ആമുഖമായിട്ട് പറയുന്നത്. ഹാബേലും കായിനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഹാബേൽ ആട്ടിടയനായിരുന്നു, കായിൻ കൃഷിക്കാരനായിരുന്നു. അപ്പോൾ കൃഷിക്കാരൻ യാഗം അർപ്പിക്കണമെങ്കിൽ ഹാബേലിൻ്റെ ആടിനെ മോഷ്ടിച്ചുകൊണ്ടൊന്ന് യാഗം അർപ്പിക്കാൻ പറ്റുമോ? അവന് കായികനികളും വെച്ചല്ലേ അർപ്പിക്കാൻ പറ്റുള്ളൂ. ഹാബേൽ കായിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മത്തങ്ങയും പടവലങ്ങയും തന്നെ ഞാൻ അർപ്പിക്കാമെന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഇല്ല. അവനുള്ളതിൽ നിന്ന് അവൻ അർപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വിശ്വാസമായിരുന്നു. എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, ഹാബേൽ വിശ്വാസത്താൽ കായിൻ്റെ ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു യാഗം കഴിച്ചു. എങ്ങനെയാണ് വിശ്വാസം എന്നറിയാം? ഹാബേലിൻ്റെ യാഗം കായിൻ്റെ യാഗം നമുക്ക് ഇങ്ങനെ കാണാം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്, ഇവിടെ സ്തോത്രാഴ്ച എടുക്കാൻ പോവല്ലോ. ഇല്ല, എക്സാമ്പിൾ ഞാൻ പറയാണ്, നിങ്ങളുടെ പേഴ്സ് എല്ലാവരും എടുക്കണ്ട, ജസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, അതിലുള്ള ഏറ്റവും വലിയ നോട്ട് എടുക്കൂ. കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടില്ല? അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അതിതാ നിങ്ങളുടെ മുമ്പിൽ വരുന്ന പാത്രത്തിൽ നിക്ഷേപിക്കൂ. ഇതാണ് കായിൻ. മനസ്സിലായി? കായിൻ്റെ മതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ലതെടുത്ത് ദൈവത്തിന് കൊടുക്കുക. എന്നിട്ട് പറയാം, കണ്ടോ ഞാൻ തന്നത് 2000 നോട്ടാണ്. അപ്പോൾ ചുറ്റും നോക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പുറത്തവൻ 10 ഇട്ടിരിക്കുന്നു, ഇപ്പുറമുള്ളവൻ 50 ഇട്ടിരിക്കുന്നു, ഞാൻ 2000 ഇട്ടിരിക്കുന്നു. ഇതാണ് കായിൻ. അപ്പോൾ ഉള്ളതിൽ ബെസ്റ്റ് കൊടുത്ത ആളാണ് ആര്? കായിൻ ആണോ? ഹാബേൽ എന്താ ചെയ്തെന്നറിയോ? ഇത് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് പൈസയായിട്ട് സങ്കല്പിക്കരുത്, വേറെ എന്തെങ്കിലും വിചാരിച്ചാൽ. ഏറ്റവും നല്ലതിനെടുത്ത് മുറിച്ച് കഷ്ണമാക്കി അതിൻ്റെ മേധസ് എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ട് ഹാബേൽ പറയാണ്, ഞാൻ എന്തുണ്ടാക്കിയാലും നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല, ഇതാ ഞാൻ അതിനെ വലിച്ചു കീറി നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ ആം ബ്രോക്കൺ. കാരണം നിനക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. എന്തു ഞാൻ പകരം നൽകും? എന്ത് കൊടുക്കും? കർത്താവിന് പകരം എന്തെങ്കിലും കൊടുക്കുമോ? ഒന്നും കൊടുക്കാൻ പറ്റില്ല. 1000 പാട്ടുകൾ, ഒരു പാട്ട് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ 1000 പാട്ട്. കൊടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് അങ്ങോട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് ഹാബേലിനറിയാം, ഞാൻ എന്ത് കൊടുത്താലും ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ല. അതുകൊണ്ട് അവൻ്റെ ഏറ്റവും വലുതിനെ വലിച്ചു കീറിയോട് അസാധ്യമാണ് കർത്താവെ, നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് കഴിവില്ല, ഇതാ ഏറ്റവും വലുതിനെ ഞാൻ നിൻ്റെ മുമ്പിൽ അർപ്പിച്ചിരിക്കുന്നു. ഇതാണ് നീതിയെ സംബന്ധിച്ചുള്ള വെളിപ്പാട്. നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിന് മുമ്പിലോട്ട് എന്ന് പറയുന്ന കർത്താവ്, ഞാൻ ഒന്നുമായിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നിൻ്റെ മുമ്പിൽ ഞാൻ തകർന്നു നുറുങ്ങിയിരിക്കുന്നു. അങ്ങനെ വരുമോ? അതോ ഞാൻ മറ്റുള്ളവരെക്കാളും ഒട്ടും മോശമല്ലാത്തതിനാൽ നിന്നെ ഞാൻ എങ്ങനെയത് എൻ്റെ പുറകിൽ നിൽക്കുന്നവരെക്കാളും എൻ്റെ അപ്പുറത്തിരിക്കുന്നവനേക്കാളും ഞാൻ ഒട്ടും മോശമല്ലാത്തതിനാൽ നിന്നെ സ്തുതിക്കുന്നു, എൻ്റെ ഭാര്യയെക്കാളും ഞാൻ വളരെ നല്ല മര്യാദയും ക്ഷമയുമുള്ളവനാകിയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, എൻ്റെ ഭർത്താവിനേക്കാളും നല്ല സ്വഭാവവും പ്രാർത്ഥിക്കുന്ന ആളുമാണ് ഞാൻ എന്നുള്ളതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇതൊക്കെ ആരാ? ഇതൊക്കെ കായിനാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കായിൻ ശരിക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തത് ഒരു ഫെയ്ത്താണ്. ഇപ്പോൾ ഹാബേലിന് വെളിപ്പെട്ടത് മാർമികമായ നീതിയാണ്, പുറമേ ഉള്ളതല്ല. പുറമേ ഉള്ളത് ഊനമില്ലാത്തതുകൊണ്ടേ കൊടുക്കാന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനകത്തൊരു മാർമികമായ കാര്യം ഉണ്ടായിരുന്നു ഹാബേലിന് വെളിപ്പെട്ടത്. അത് പഴയ നിയമത്തിൽ മുഴുവൻ ഈ മാർമികമായത് മറഞ്ഞിരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മോശയെക്കുറിച്ച് എന്താ വായിക്കുന്നത്? ക്രിസ്തുവിൻ്റെ നിന്ന തിരഞ്ഞെടുത്തു. ക്രിസ്തു ഉണ്ടെന്ന് മോശയ്ക്ക് അറിയാമോ? അറിയത്തില്ല. യേശു ക്രിസ്തു വരുമെന്ന് മോശയ്ക്ക് അറിയത്തില്ല. മോശയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ മോശ സിപ്പോറയോടും മിരിയാമിനോടും പറഞ്ഞ 2 സഹോദരിമാരോട് പറഞ്ഞായിരുന്ന ദേശം മുഴുവൻ അറിഞ്ഞേനെ. പക്ഷേ അത് ദൈവം മറച്ചു വെച്ചു. മോശയ്ക്ക് പോലും അത് ക്ലിയർ ആയില്ല. നിഴല് പോലെ അവൻ്റെ ഉള്ളിൽ ദൈവം ഈ മർമ്മം നിക്ഷേപിച്ചു. ഏതാ? ക്രിസ്തുവിൻ്റെ നിന്ദ എടുത്തോളാൻ പറഞ്ഞു. അവനൊന്നും അറിഞ്ഞില്ല, അവൻ സുന്ദരമായിട്ട് നിന്ദ അനുഭവിച്ചു. ഈ ഹാബേലിൻ്റെയും മോശയുടെയും കഥ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഹാബേൽ യാഗമർപ്പിച്ചു, അന്ന് തന്നെ അവൻ്റെ ജീവൻ പോയി. ഒരു ബ്ലെസ്സിങ് ഉണ്ടായില്ല. ആരാധിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല ഹാബേൽ. അപ്പം തന്നെ ആള് പോയി. അപ്പോൾ ആരാധിക്കുമ്പോൾ എന്താ സംഭവിക്കാം? ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കാം? പറ. ജീവൻ പോകാം.
കാരണം അതാണ് യഥാർത്ഥ യാഗത്തിൻ്റെ റിസൾട്ട്. അതാ മോശെ. നിയമം കൊടുത്ത മോശെ കനാനിലെത്തിയില്ലെന്ന് മാത്രമല്ല, ഒരു നല്ല ശവോടക്ക് പോലും കിട്ടിയില്ല. അനുശോചന പ്രസംഗം ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല. ഒരു കല്ലറ പോലും ആരും പണിതില്ല. എവിടെ അടക്കിയെന്ന് പോലും ആരെയും കാണിച്ചുമില്ല. അല്ലെങ്കിൽ അവർ മോശയുടെ ശവശരീരം ചുമന്നുകൊണ്ട് നടന്നേനെ. ഒന്നും കിട്ടിയില്ല. മോശയ്ക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇനി പ്രവാചകന്മാരെ നോക്കിക്കേ. യിരെമ്യാവ്, യെശയ്യാവ്, യെഹെസ്കേൽ, ഹോശയ, ആമോസ്, ആർക്കും ഒന്നും കിട്ടിയില്ല. ഈ ലോകം അവർക്കെല്ലാം അന്യമായിരുന്നു. എബ്രായ ലേഖനത്തിൽ പറയാണ്, ഈ മാർമികമായ നീതി കണ്ടെത്തിയവരെ സംബന്ധിച്ച് അവർ ക്രിസ്തുവിനെ മാത്രമാണ് അനുഗമിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ലോകം അന്യമായിരുന്നു. എബ്രഹാമും കനാൻ ദേശത്ത്, വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ട് എബ്രഹാം എന്ത് ചെയ്തു? ടെൻ്റ് അടിച്ച് താമസിച്ചു. പരദേശിയെ പോലെ അവിടെ വസിച്ചു. കാരണം ഈ മാർമികമായ നീതി അവർ പോലും അറിയാതെ അവരുടെ അകത്ത് നിക്ഷേപിക്കപ്പെട്ട നീതി അവരെ ഈ ലോകത്തിന് അന്യരും പരദേശികളുമാക്കി മാറ്റിയെന്ന് എബ്രായ ലേഖനം പറയുന്നു. അപ്പോൾ പിന്നെ ആർക്കാണ് ആരാധിച്ചാൽ അനുഗ്രഹം കിട്ടുന്നത്? അത് നമുക്കൊന്ന് അറിയണ്ടേ അല്ലേ? ചില ആൾക്കാർക്ക് ആരാധിക്കുമ്പോൾ ഒക്കെ എന്തൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് കിട്ടുന്നത്? അതാണ് ന്യായപ്രമാണത്തിൻ്റെ കാണുന്ന വശം. അതായത് പ്രവൃത്തികളാലുള്ള നീതി, വിശ്വാസത്താലുള്ള, രണ്ടെണ്ണം ഉണ്ട്. വിശ്വാസത്താലുള്ള നീതി മാർമികമായ നീതിയാണ്. എന്നാൽ പ്രവൃത്തികളാലുള്ള നീതി നമുക്ക് കാണാവുന്നതാണ്. മനസ്സിലായോ? ഈ പ്രവൃത്തികളാലുള്ള നീതിക്ക് പ്രതിഫലം ഇവിടെ തന്നെയാണ്. അത് ദുഷ്ടന്മാർക്കുള്ളതാണ്. കൊല ചെയ്യരുതെന്നുള്ള നിയമം ആർക്കുള്ളതാണ്? ശരി 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 ബ്രദറിൻ്റെ പേരെന്താ? ബേസിൽ ഇന്ന് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കൊലപാതകമൊന്നും ചെയ്തേക്കരുത് കേട്ടോ. എങ്ങനെയുണ്ട്? എന്തോ ഒരു വിഷമം തോന്നിയില്ലേ പറയുമ്പം? മോശമല്ലേ ഞാനങ്ങനെ പറഞ്ഞേ? അതിനർത്ഥം എന്താ? ഈ കൽപ്പന ആർക്കുള്ളതായിരുന്നു? കൊലപാതകം ചെയ്യാൻ പ്രവണതയുള്ളവനുള്ളതായിരുന്നു അല്ലേ? ആണോ അല്ലയോ? നീതിമാനുള്ളതാണോ? ഈ ആക്ഷരികമായ പ്രമാണങ്ങൾ ആർക്കുള്ളതാ? ഇപ്പം ഞാൻ സൽമാൻ ബ്രദറിൻ്റെ വീട്ടിൽ പോയിരുന്നിട്ട് പോരാൻ നേരത്തെ സൽമാൻ ബ്രദറിനോട് പറയും, ഇവിടെ നിന്ന് പോകുമ്പം വിലയുള്ള സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോയേക്കല്ലെന്ന് പറയുവാണെങ്കിൽ അത് ആർക്കുള്ള പ്രമാണമാണ്? ഒരു മോഷ്ടാവാനുള്ള പ്രമാണം എന്നോട് പറഞ്ഞത് അല്ലേ? ശരിയാണോ? അപ്പോൾ ആക്ഷരികമായ പ്രമാണം വിഗ്രഹാരാധികൾക്കും, അവരോടല്ലേ വിഗ്രഹം അരുതെന്ന് പറയുന്നത്. ആന്തരികമായ വിശ്വാസത്താലുള്ള പ്രമാണോ അത് അവൻ്റെ മക്കൾക്കും അവകാശികൾക്കും ഉള്ളതാണ്. ഇത് ബൈബിളിൽ നമുക്ക് ഹാബേലിൻ്റെ രക്തം മുതൽ അതിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകലരിലും, സകല വിശ്വാസികളിലും വെളിപ്പെടുന്ന ഒരു മാർമിക നീതിയുണ്ട്. മനസ്സിലായോ? ഈ മാർമിക നീതിയാണ് മനുഷ്യരാൽ അസാധ്യം എന്നാൽ ദൈവത്താൽ സാധ്യം എന്ന് പറയുന്നത്. ആ നീതി സാധ്യമാക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇതിനെ നമുക്ക് പണ്ട് ഞാനിവിടെ വന്ന് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മ കാണുകയില്ല. എന്നെ ഓർക്കുന്നുണ്ടോ? സന്തോഷം. ഈ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്ന മാങ്ങാപ്പഴം പോലെയാണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർക്കുന്നില്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു മാങ്ങാപ്പഴം തരാൻ പോവാണ്. സങ്കല്പം നേരത്തെ പോലെ. എൻ്റെ കയ്യിലൊന്നുമില്ല. 9 മണിയാകുമ്പം ഒരു കൽപ്പനയുണ്ട് അതിൻ്റെ കൂടെ, നിങ്ങളിത് മുഴുവൻ തിന്നണം. അതാണ് കൽപ്പന. 9 മണിയാകുമ്പം ഞാൻ നിങ്ങളോട് ചോദിക്കും, കൽപ്പന അനുസരിച്ചവരെല്ലാം കൈപോക്കാൻ. അപ്പം നിങ്ങൾ കൈപോക്കുമോ? കൈപോക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ മാങ്ങയുടെ പുറമേ കാണുന്ന മാത്രമേ നിങ്ങൾക്ക് തിന്നാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള മാങ്ങാണ്ടിയെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ കാണും. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ നീതിയുടെയും പ്രശ്നം. പുറമേ ഉള്ളതെല്ലാം നമ്മൾ ചെയ്യാൻ പറ്റുള്ളത് നമ്മുടെ ശക്തിയാൽ സാധിക്കത്തില്ല. നമ്മുടെ ശക്തിയാൽ എന്തുകൊണ്ടാണ് സാധിക്കില്ലാത്തത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയാത്തത്?
ഇത് കഴിയില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ കർത്താവിങ്കിലേക്ക് നോക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലെ നമ്മൾ നമ്മുടെ ജഡത്തിലേക്ക് നോക്കുള്ളൂ. നാളെ എനിക്ക് കഴിയും, ഈ ഒരു ഉപവാസ പ്രാർത്ഥനയോടുകൂടെ എനിക്ക് കഴിയും. അപ്പം ഞാൻ ആരെയാണ് നോക്കുന്നത്? എന്നെ തന്നെയാണ്. അയ്യോ എനിക്ക് കഴിയത്തില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ചുങ്കക്കാരനാണ്. പാപിയായ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ നോക്കുന്നത്, എന്നെ രക്ഷിക്കുന്ന ഒരാളെ. വ്യത്യാസം മനസ്സിലായോ? അപ്പം എനിക്ക് നന്നാകാൻ പറ്റുമെന്നുള്ളത് സെൽഫ് കോൺഫിഡൻസും, പറ്റില്ല കർത്താവിനെ എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഗോഡ് കോൺഫിഡൻസുമാണ്. അല്ലേ? ആദ്യത്തേത് എൻ്റെ ജഡത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസവും, മറ്റൊന്നിനെ രക്ഷിക്കാൻ ശക്തിയുള്ള ദൈവത്തിലുള്ള വിശ്വാസവും അല്ലേ? നമ്മൾ ഇന്ന് നമ്മുടെ സഭകളിലും നാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസം മുഴുവൻ നമ്മുടെ കഴിവിലാണ്, രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തിയിലല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ കഴിവിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മാർമികമായ നീതിയിലേക്ക് പോകുന്നില്ല. അതിന് പകരം ഈ കഴിയുന്ന പുറമേയുള്ള മാങ്ങാപ്പഴ നീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സമ്മതിച്ചോ? വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇപ്പം ഞാൻ നിങ്ങളുടെ വായിച്ച എഫേസ്യർ 5:22 മാർമിക നീതിയുടെ എക്സ്പ്ലനേഷനാണ്. അത് ക്രിസ്തു എന്നിൽ വസിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കാം. പക്ഷെ അതിൻ്റെ പുറമേയുള്ള നീതി നമ്മളൊരു കൗൺസിലർ എടുത്ത് അയാൾ പറഞ്ഞുതരും. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഒന്നിച്ച് വെളിയിറങ്ങാൻ പോകണം, ഒരു സിനിമ ഒന്നിച്ചിരുന്ന് കാണണം. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് വട്ടത്തിലിരുന്ന് കുറേ നേരം സംസാരിക്കണം. കേട്ടിട്ടുണ്ടോ? മാസത്തിലൊരിക്കൽ ഭാര്യയ്ക്ക് ഒരു സാരിയൊക്കെ മേടിച്ചു കൊണ്ടേ കൊടുക്കണം. മാസത്തിലൊരിക്കൽ, അയ്യോ വർഷത്തിലൊരിക്കൽ ക്യാൻസൽ. പിന്നെ എല്ലാ കാര്യത്തിനും ഭാര്യ എതിർക്കരുത്. കുറേയൊക്കെ അവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്ന പരിപാടികൾ. തിരിച്ചും മറിച്ചു ഇത് മാങ്ങാപ്പഴ. നമ്മൾ ഈ ലൈഫ് എൻജോയ് ചെയ്യുമോ, അല്ലാതെ അതിൻ്റെ മാർമികമായ കാര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായില്ലെങ്കിൽ ഇപ്പം ഇത്തിരി കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് നമ്മളുടെ പുതിയ നിയമത്തിൽ പറഞ്ഞതെല്ലാം ഈ മാങ്ങാണ്ടിയ. അത് മനുഷ്യരാൽ അസാധ്യം. അത് സാധ്യമാകണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നടക്കണം. ഇത് സാധ്യമാകാത്തതിനൊരു കാരണമുണ്ട്. ആർക്കെങ്കിലും പറയാം എന്തുകൊണ്ടാണ്? ഞാൻ ഇതും പണ്ട് പറഞ്ഞൊരു എക്സാമ്പിളാണ്. ഞാൻ വല്ലപ്പോഴും വരുന്നുണ്ട്. ഈ റിവിഷൻ ശരിക്കും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു എക്സാമ്പിളുടെ പെട്ടെന്ന് പറയാം. ഈ എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നവരൊന്ന് ചെറുതായിട്ട് കൈ പൊക്കിയേക്ക്. എനിക്ക് ഇതേ ഇവിടെ നിന്നുകൊണ്ട് ഇത് പ്രസംഗിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, എനിക്ക് ഓർമ്മ വളരെ കുറഞ്ഞ ഒരാളാണ്, പക്ഷെ ഇതെനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ ഓറഞ്ച് കഴിച്ചാൽ അതിൻ്റെ കുരു വയറ്റി പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചോദിച്ചത്? വയറ്റിനകത്ത് ഒരു മരം ഉണ്ടായി വരും എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? കണ്ടോ? ഞാൻ പറഞ്ഞില്ല ഓർക്കുമെന്ന്. അപ്പം അതുപോലെയാണ് ഈ പാപം. ആദം പഴം കഴിച്ചപ്പം ആദമിൻ്റെ ഉള്ളിൽ പാപം എന്നൊരു മരം ഉണ്ടായി വന്നു. ആ മരത്തിൻ്റെ പുറമേ കാണുന്ന ഭാഗങ്ങൾ, അതായത് നമുക്ക് മനസ്സിലാക്കാവുന്ന പാപത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാവുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഗുണമില്ലാത്ത പ്രവൃത്തികളും, മറ്റൊന്ന് അതിനേക്കാൾ വൃത്തികെട്ട ചിന്തകളും. ഇത് നമുക്ക് മനസ്സിലാവും. ഇതാണ് വെളിയിൽ കാണുന്ന ഭാഗം, അല്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ? സമ്മതിച്ചോ? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ മരത്തിന് വെളിയിൽ കാണാവുന്ന ഭാഗം എന്തൊക്കെയാ? അതിൻ്റെ തടിയും പിന്നെ അതിൻ്റെ ഫലവും എന്ന് വിചാരിച്ചാൽ മതി. ഗ്രീൻ ഭാഗവും പിന്നെ അതിൻ്റെ ഫ്രൂട്ടും. കാണാത്ത എന്താ? വേര്. നമ്മുടെ ഉള്ളിലുള്ള പാപത്തെ നമുക്കിങ്ങനെ മൂന്നായിട്ട് വിഭജിക്കാം. ഒന്ന് നമ്മുടെ ഫലം. ചീത്ത പറയുന്നു, വഴക്കുണ്ടാക്കുന്നു, ദേഷ്യപ്പെടുന്നു, ഇതെല്ലാം ഫലങ്ങളാണ്. ഓക്കെ. അതേത് മരത്തിലുണ്ടാകുന്നത്? നമ്മുടെ ചിന്തകൾ ആണോ? ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? ചിന്തകൾ കൊണ്ടാണ് നമ്മൾ മോശമായതെങ്കിൽ നമ്മുടെ ചിന്തകൾ നന്നാക്കി എടുത്താൽ മതിയായിരുന്നു. ഈ ഡിപ്രഷനിലൊക്കെ പോകുന്നവരെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അവർക്ക് കുറേ നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ പോരെ, ഇല്ലേ? നാളെ നല്ലൊരു ജോലി കിട്ടുന്നു, 1 ലക്ഷം രൂപ വെച്ച് സാലറി, കുറേ നേരം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമാധാനമാവുകയല്ലേ എന്ന്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പറ്റിയില്ല. കാരണം ഈ ചിന്തകൾ വരുന്നത് എവിടുന്നാ? പറ, ആർക്ക് പറയാം? നമ്മുടെ തലേന്ന്, അല്ലേ? ആണോ? ഈ തലക്കകത്ത് എന്നൊക്കെയുണ്ട്?
എൻ്റെ പാസ്റ്റർ തലയ്ക്കകത്തെങ്കിലും ഒന്നുമില്ല, അങ്ങനെ പറയരുത്. ഈ തലയിലെ ചിന്തകളെന്ന് പറയുന്നത് നമ്മൾ ഡോക്ടർമാരോട് ചോദിച്ചറിയാം. ഇതിനകത്തോടെ പല ഞരമ്പുകൾ, നാഡികൾ, അതിലുള്ള കമ്മ്യൂണിക്കേഷൻ, കെമിക്കൽസ്, ഇല്ലേ, ഹോർമോണുകൾ, ഇതൊക്കെ ഓർക്കുന്നുണ്ടോ ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞത്? ഇങ്ങനെ പലതും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിനകത്തൊന്നും ഈ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാനുള്ളൊരു ഹോർമോൺ ഇല്ല. വഴക്കുണ്ടാക്കാനുള്ള ഹോർമോണുണ്ട്. അതിങ്ങനെ അഡ്രിനാലിൻ ഇങ്ങനെ കത്തി വരുമ്പം നമ്മുടെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോണൊക്കെ തെറിച്ചു പോകും. കണ്ടിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും? ഇല്ലല്ലേ? നിങ്ങളങ്ങനെ ഹോർമോൺ വരുമ്പോൾ മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും അല്ലേ എറിയുന്നത്? അങ്ങനെയാണോ? അല്ലെങ്കിൽ ആർക്കിട്ടെങ്കിലും രണ്ടെണ്ണം പൊട്ടിക്കുക, അല്ലെ നല്ല ചീത്ത പറയും, അല്ലെങ്കിൽ ഡെസ്കിലിട്ട് വേണ്ടായിരുന്നു രണ്ടിടി ഇരിക്കും. എങ്ങനെയെങ്കിലും അഡ്രിനാലിനൊന്ന് സോൾവ് ചെയ്തില്ലെങ്കിൽ ആ ഹോർമോണിനോട് നമ്മൾ റിയാക്ട് ചെയ്തില്ല, ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, നമ്മൾ തട്ടിപ്പോവും. സമ്മതിച്ചോ? ആഗ്രഹമുണ്ട് നന്നാവണമെന്ന്, തീരുമാനമുണ്ട്, പക്ഷേ അഡ്രിനാലിന് എപ്പോൾ വരുന്നൊരു പിടിയില്ല. അത് എതിലേ വരുമെന്നോ എന്തോരം വരുമെന്നോ എപ്പോൾ ഇത് സാധനം വരുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇപ്പം നിങ്ങളെല്ലാവരും ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കേൾക്കുന്നത്, ചിലർ ആണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നറിയോ? ആത്മാവുള്ളതുകൊണ്ടൊന്നും ആവണം നിർബന്ധമില്ല. ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളിലുണ്ടെങ്കിലും, ഈ കെമിക്കലേ ഉണ്ടെങ്കിൽ, ഈ പുതിയ പുതിയ ആശയങ്ങൾ കേൾക്കാൻ നമുക്ക് വലിയ രസമായിരിക്കും. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ എന്നോട് ചോദിക്കും, പാസ്റ്ററെ നല്ല പ്രസംഗമായിരുന്നു കേട്ടോ. ഓക്കെ, വേറെ ഉണ്ടോ? എന്തിനാണെന്നറിയോ? പുതിയ തോട്ട്സ് വല്ലതും ഉണ്ടോ? പുതിയ പ്രസംഗം വല്ലതും ഉണ്ടോ? എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോപ്പമിൻ കുറേ കഴിയുമ്പോൾ മടുക്കും. ഒരു ടോയ് കിട്ടിയാൽ കുറേ കഴിയുമ്പോൾ മടുക്കും, അത് കളഞ്ഞിട്ട് അടുത്ത് മേടിക്കും. മൊബൈൽ ഫോൺ മേടിച്ചാൽ 2-3 വർഷം കഴിയുമ്പോൾ അത് മടുക്കും, അടുത്ത് മേടിക്കും. വേറെ ഒന്ന് കാണുമ്പോൾ ഇത് കത്തും. കല്യാണം കഴിച്ചാൽ 1-2 വർഷം കഴിയുമ്പം കൊടുത്തും വേറെ മേടിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഈ ഡോപ്പമിൻ ആദ്യമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കെട്ടിപ്പിടുത്തവും കൈപിടുത്ത് നടത്തവും, അന്നേരം അവർ വിചാരിക്കുന്നത് ഞങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവർ ലോകത്തൊരിടത്തും ഇല്ലെന്നാണ്. പക്ഷേ ആ ഡോപ്പമിൻ, ആ ഹോർമോൺ ഇതിങ്ങനെ താണു വരുമ്പം എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞ് വന്നാലായി കണ്ടാലായി എന്നുള്ള രീതിയിലാവും. പിന്നെ ആലോചിക്കും വേണ്ടായിരുന്നു പുലിവാല് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അത് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും കറക്റ്റാണ്. ഒരു പാട്ട് തന്നെ കുറേ പാടിയാൽ നമ്മൾ മടുക്കും. ഒരേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസം കഴിച്ചാൽ മടുക്കും. ഇതെല്ലാം ഡോപ്പമിൻ എന്ന് പറഞ്ഞ കെമിക്കലാണ്. സന്തോഷമായ? അപ്പം നമുക്ക് തീരുമാനമുണ്ട്. അപ്പോൾ ഈ പാസ്റ്റർമാർ വന്നിട്ട് പറയും, ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കാതെ നിങ്ങൾ പോരുത്. തീരുമാനമൊക്കെ എടുത്ത് കരഞ്ഞിട്ടാണ് പോകുന്നത്. ഒരാൾ മരിച്ചിട്ട് കരഞ്ഞാൽ പോലെ ഒരാഴ്ച കഴിഞ്ഞാൽ മറക്കുന്നത് നമ്മൾ. തീരുമാനം എടുത്ത് കരഞ്ഞാൽ 3 ദിവസം കഴിയുമ്പോൾ പോലും നമ്മുടെ ഓർമ്മ പോകും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചു പോയാൽ നമ്മൾ കരഞ്ഞു നിലവിളിച്ച് നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുന്നൊക്കെ പറഞ്ഞാൽ 2-3 ദിവസം കഴിയും, 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ അവരെ അങ്ങ് മറക്കും. അതാണ് നമ്മുടെ കപ്പാസിറ്റി, ഭയങ്കര കപ്പാസിറ്റിയാണ് നമുക്ക്. അന്നേരമാണ് പണ്ടെങ്ങാണ്ടൊരു പാസ്റ്റർ പ്രാർത്ഥിക്കാൻ കൈവക്കിയതാ ഞാനെന്നും പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടാന്ന് പറഞ്ഞ് നടക്കുന്നത്. അതൊക്കെ രക്ഷിക്കപ്പെട്ട വിവരം തന്നെ ആ പുള്ളി മറന്നുപോയി. സമ്മതിച്ചോ? ശരിയാണ്. അപ്പോൾ തീരുമാനമൊക്കെ എടുത്താലും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലാത്തതിൻ്റെ കാരണം നമുക്കൊരു പാപജഡമുണ്ട്. ആ പാപജഡ എവിടെ നിന്ന് വരുന്നതെന്നാണ് ബൈബിൾ പറയുന്നറിയോ? അവയവങ്ങളിൽ നിന്ന് വരുന്നതെന്നാണ്. ശാസ്ത്രം പറയുന്ന പോലെ തന്നെയാണ്. നമ്മുടെ ഗ്രന്ഥികളിൽ നിന്നും നമ്മുടെ പ്രകൃതത്തിൽ നിന്നുമാണ് നമുക്ക് പാപം വരുന്നത്. ഓക്കെയാണോ? സമ്മതിച്ചോ? ഇന്നലെ ഒരാളെ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത് മാനസിക രോഗമാണെന്നാണ്. ആർക്കറിയാം? ആയിരിക്കാം. എന്തെല്ലാം തരത്തിലുള്ള വൈകൃത സ്വഭാവങ്ങളാണ് ഈ മാനസിക വിഭ്രാന്തി. ഒരു വിവാഹ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ചും അമേരിക്ക പോലൊന്നുമല്ല, നമ്മൾ കല്യാണം കഴിച്ച ശേഷമാണ് ഇത് ആരെയാണ് കെട്ടിയേക്കുന്നതെന്ന് ശരിക്കും കാണുന്നത്. എന്തെല്ലാം വികൃത സ്വഭാവങ്ങളും എന്തെല്ലാം പാപങ്ങളും ഒക്കെ ഉള്ള ആളായിരിക്കും ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന, ഒരു പിടിയില്ല. ശരിയാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിനകത്ത് നിന്നെല്ലാം ഈ കർത്താവിൻ്റെ ആ ഒരു മാർമികമായ നീതിയിലേക്ക് നമ്മൾ പോകുന്നത്? അതാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ വിചാരിച്ചാൽ നന്നാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതല്ല ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ. കാരണം നന്നാകാൻ സ്വയം ശ്രമിക്കുന്നവരോട്
വേദപുസ്തകത്തിനും സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം സ്വയം ശ്രമിച്ച് ആർക്കും നന്നാകാൻ പറ്റുകയില്ല. കാരണം അവരുടെ ജഡം അതിന് സമ്മതിക്കില്ല. ഇതാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. അപ്പോൾ എങ്ങനെയാണ് കർത്താവ് നമ്മളെ വിടുവിക്കുന്നത്? കർത്താവ് നമ്മളെ വിടുവിക്കുന്നത് അവനെ തന്നെ എനിക്ക് തന്നുകൊണ്ടാണ്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് കുടുംബജീവിതത്തിൻ്റെ ആ തലങ്ങളിലേക്ക് നമുക്ക് പോകാം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ? പെട്ടെന്ന് പറ. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എബ്രായർ 11:1. ഇനി വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ? ഒരു വാക്യം വായിക്കാം, പറയാം. വിശ്വാസ ജീവിതം. ചില ആൾക്കാർ പറയാറില്ലേ, ഞങ്ങൾ ചെറുപ്പത്തിൽ തൊട്ടേ ഞാൻ വിശ്വാസ ജീവിതമാണ് ബ്രദറെ ജീവിക്കുന്നത്. കേട്ടിട്ടുണ്ടോ? ഇല്ലേ? എന്താ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ? സൽമാൻ ബ്രദർ എങ്ങനെ ഇതിനൊക്കെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ, ഈ കൺവെൻഷൻ, അതൊക്കെ വിശ്വാസത്താല അങ്ങനല്ലേ പറയുള്ളൂ അല്ലേ? വിശ്വാസത്താലല്ലേ? ആണോ? വിശ്വാസത്താല അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങൾ മിഷണറിമാരായിരിക്കും ഞങ്ങളോട് ചോദിക്കായിരുന്നു, എങ്ങനെ നിങ്ങളൊക്കെ ജീവിക്കുന്നത്, ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? എന്നാൽ ഞങ്ങൾ പറയാം, അതൊക്കെ വിശ്വാസത്താല ദൈവം നടത്തിക്കും അല്ലേ? ഇപ്പോൾ വിശ്വാസത്താൽ അല്ലേ? ഇപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ? മനുഷ്യരോട് കൈനീട്ടാതെ ദൈവത്തെ മാത്രം നോക്കി നാളെ എന്തു വരുമെന്ന് ആലോചിക്കാതെ കർത്താവ് നടത്തിക്കോളും എന്നുള്ള കോൺഫിഡൻസിലൂടെ കർത്താവിനോട് മാത്രം പൈസ ചോദിച്ച്, കർത്താവിനോട് മാത്രം ആരോഗ്യം ചോദിച്ച്, രോഗം വന്നാൽ ആശുപത്രി പോകാതെ കർത്താവ് നീ സൗഖ്യമാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നതല്ലേ വിശ്വാസ ജീവിതം? ആണോ? എന്നല്ല. നമുക്ക് ബൈബിളിൽ നിന്നൊരു വാക്യം വായിക്കാം, എന്താ വിശ്വാസ ജീവിതം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിച്ചു. ഗലാത്യ ലേഖനം 2:20. ഇവിടെ ക്യാമറ ഇരിപ്പുണ്ടല്ലേ. ഗലാത്യ ലേഖനം 2:20 വായിച്ച. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല. ഇനി ശ്രദ്ധിച്ചോണേ, വിശ്വാസ ജീവിതം എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാക്യം, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പൊ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ? വിശ്വാസത്തിലൂടെ പൈസ വരും എന്നുള്ളതോ വിശ്വാസത്തിലൂടെ ആരോഗ്യം വരും എന്നുള്ളതോ അല്ല. പിന്നെ എന്തോ? ഞാനല്ല. എന്താ വിശ്വാസ ജീവിതം? ഞാനല്ല, ക്രിസ്തുവാണ് എന്നിലൂടെ വസിക്കുന്നത് എന്നുള്ളതല്ലേ വിശ്വാസ ജീവിതം? ആണോ? അപ്പൊ കാഴ്ചയിൽ നോക്കുമ്പോൾ ഞാനാ ജീവിക്കുന്നതെങ്കിലും വിശ്വാസത്തിൽ നോക്കുമ്പോൾ ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. വിശ്വാസ ജീവിതം. അപ്പം ഞാൻ ജീവിക്കുന്ന ജീവിതം എന്ത് ജീവിതമാണ്? ഫെയ്ത്ത് ലൈഫാ. എന്ന് പറഞ്ഞാൽ ആരുടെ ജീവനാ ജീവിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ജീവൻ. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ ജീവിതം ജീവിക്കണം? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങളുടെ സ്ഥാനത്ത് യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെ സ്നേഹിക്കുമായിരുന്നു, എങ്ങനെ ക്ഷമിക്കുമായിരുന്നു, എങ്ങനെ കരുണ കാണിക്കുമായിരുന്നു? ഇതിനെയാണ് നമ്മൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായോ? വിശ്വാസ ജീവിതമാണോ ജീവിക്കുന്നത്? ആണോ? നമ്മൾ നമ്മുടെ ജീവിതമല്ലേ ജീവിക്കുന്നത്? കർത്താവ് നമുക്ക് തന്ന ജീവനാണോ? നമ്മൾ ചെറുപ്പം തൊട്ടേ ആർജിച്ചെടുത്ത ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത്? ഏതാ ജീവിക്കുന്നത്? ഇന്ന് നിങ്ങൾ ഏത് ജീവിതമാണ് ജീവിച്ചത് രാവിലെ തൊട്ട് ഇത്രയും നേരം? നിങ്ങൾ ചെറുപ്പം തൊട്ടേ സംഘടിപ്പിച്ചെടുത്ത ജ്ഞാനം, ബുദ്ധി, വിവരം, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ്, ട്രെയിനിങ്, ബുദ്ധി, ആ പറഞ്ഞല്ലേ, ഓർമ്മ, ഇതെല്ലാം വെച്ചല്ലേ ജീവിച്ചേ? ആണോ? അതോ ഞാനല്ല കർത്താവേ നീയാന്ന് പറഞ്ഞുകൊണ്ടാണോ ജീവിച്ചത്? എങ്ങനെ ജീവിച്ചേ? നമ്മൾ വിശ്വാസ ജീവിതം അല്ല നയിക്കുന്നത്. നമ്മൾ സാധാരണ നയിക്കുന്നതെല്ലാം നമ്മുടെ കാഴ്ചയാലുള്ള നമ്മുടെ റിസോഴ്സസ് വെച്ചുള്ള ജീവിതമാണ്. മനസ്സിലായോ? നമുക്കവൻ ജീവൻ തന്നു, പക്ഷെ നമ്മൾ ജീവിക്കുന്ന ആ ജീവനല്ല നമുക്ക് ചെറുപ്പത്തിലേക്ക് കിട്ടിയ ജീവൻ അല്ലേ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല, ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ.
പ്രശ്നമൊന്നുമില്ല, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ എന്താണ് ഈ സുവിശേഷത്തിൻ്റെ മർമ്മം എന്നറിയാം? ഒരൊറ്റ മർമ്മമുള്ളൂ. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു, വെളിപ്പാടോടുകൂടി മാത്രം മനസ്സിലാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മർമ്മം. കൊളോസ് ലേഖനം 1-ാം അധ്യായത്തിൽ ഈ മർമ്മം എന്താണെന്ന് പറയുന്നുണ്ട്. 26-ാം വാക്യം പറയുന്നത്, പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ സുവിശേഷം സകല ജാതികളും കേൾക്കേണ്ട സുവിശേഷം എന്താ? ഇനി നിങ്ങളല്ല, നിങ്ങളിൽ വസിക്കുന്നത് ക്രിസ്തുവാണ് എന്നുള്ളതാണ് ഈ മർമ്മം. നിങ്ങൾ കണ്ണാടിയിൽ നിന്ന് പോയി നോക്കണം. ഇന്ന് വൈകിട്ട് വീട്ടിൽ പോയി നോക്കുമോ? കയ്യിൽ കാണുമല്ലേ ബാഗിനകത്തൊക്കെ? ഇപ്പോൾ വേണ്ട, ഇപ്പോൾ എടുക്കണ്ട. എന്നിട്ട് വൈകിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ, ഞാനാണോ ജീവിക്കുന്നത്, ക്രിസ്തു ആണോ ജീവിക്കുന്നത്? ഉറപ്പായിട്ട് ആ കണ്ണാടി നിങ്ങളോട് അലറി വിളിക്കും, നീ തന്നെയാണെന്ന്. അതാണ് കാഴ്ചയാലുള്ള ജീവിതം. വിശ്വാസമുള്ള ജീവിതം എന്താ? വിശ്വാസമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു, ഞാനില്ല, ഇനി ഞാനില്ല. അപ്പം ഞാൻ എതിരെ പോയി? ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ, ഇപ്പം പറഞ്ഞല്ലേ ഉള്ളൂ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, മരിച്ചുപോയി. കണ്ണാടി നോക്കിയോ? ഒന്നുകൂടെ സങ്കല്പിച്ചാൽ മതി. നോക്കിയോ? നിങ്ങൾ ജീവനോടുണ്ടോ? ഒന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കി. ജീവനോടുണ്ടോ? ഉണ്ട്. അപ്പോൾ കാഴ്ചയിൽ ജീവനോടുണ്ട്. ഇനി ഒന്ന് വിശ്വസിച്ചേ, ഞാൻ മരിച്ചു ക്രിസ്തുവിൻ്റെ കൂടെ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇതിനെയാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളാണ്, കാണുന്ന കാര്യങ്ങളല്ല. പൈസ വരും, അത് കാണുന്ന കാര്യമാണ്. പൈസ ആണോ അല്ലയോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. ഈ പൈസ വരും എന്നുള്ളത് അവിടെ കസേര അവരെടുത്തോളും. നിങ്ങൾ എന്നെ നോക്ക്. ഈ പൈസ വരും എന്നുള്ളത് കാണുന്ന കാര്യമാണോ കാണാത്ത കാര്യമാണോ? കാണുന്ന കാര്യമാണ്. പൈസ എൻ്റെ ചേഞ്ച് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, കാണിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു എന്നുള്ളത് കാണുന്ന കാര്യമാണോ? അല്ല, അത് കാണാത്ത കാര്യമാണ്. ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ളത് കാണുന്ന കാര്യമാണോ? ആണോ? അല്ല, കാണാത്ത കാര്യം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കിയാൽ കർത്താവ് മരിച്ചു, അപ്പുറത്തൊരു കള്ളനും ഇപ്പുറത്തൊരു കള്ളനും മരിച്ചു, കാണുന്ന കാര്യമാണോ കാണാത്ത കാര്യമാണോ? കാണുന്ന കാര്യം. ഈ നടുക്കത്തെ ക്രൂശിൽ എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് കള്ളന്മാർ മരിച്ചു, അത് കാണുന്നതാണോ കാണാത്തതാണോ? കാണാത്ത. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ? ആ മരിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. വിശ്വസിച്ച് നോക്കി. വിശ്വാസം വരുന്നില്ലല്ലേ? വിശ്വാസം വരുന്നുണ്ടോ? ഈ ക്രിസ്തു മരിച്ചപ്പോൾ ഞാനെങ്ങനെ അതിനകത്ത് പെട്ടത്? കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തായിരുന്നു. അങ്ങനെയാണ് എഫേസ്യ ലേഖനം തുടങ്ങുന്നത്. ഇപ്പോൾ ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? കർത്താവ് പോകുന്ന വഴിക്കെല്ലാം മാർമികമായി ഞാനും ഉണ്ടായിരുന്നു. അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ്റെ കൂടെ ഞാനും ക്രൂശിക്കപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ അറിയാം? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അതിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ സാധാരണ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങൾക്കൊരു പ്രാർത്ഥന ലിസ്റ്റില്ലേ? ഓക്കെ. അപ്പോൾ അതിനകത്ത് കുറേ പേരുടെ പേര് കാണുമല്ലോ. 1 2 3 ഇല്ലേ? കുറേ പേരുടെ പേര് ഇല്ലേ? നമ്മൾ കുഞ്ഞ് നഴ്സറി പിള്ളേർ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് എൻ്റെ ടീച്ചറിനെ, പപ്പായ അമ്മയെ, ബ്രദറിനെ അല്ലെ സിസ്റ്ററിനെ അല്ലേ? അത്രയല്ലേ ഉള്ളൂ. പിന്നെ നമ്മളെ ലിസ്റ്റ് വലുതാക്കും. അത് വലുതാക്കി ചർച്ചിലെ ആൾക്കാർ, അയൽവക്കക്കാർ, ഗുണം പിടിക്കാത്ത ഭാര്യ, ഭർത്താവ്, അയൽവക്കക്കാർ, അമ്മായിപ്പൻ, അമ്മായിമ്മ, ഇവരെല്ലാം ഉൾപ്പെടുത്തും. ശരിയല്ലേ? വലിയ ലിസ്റ്റായിരിക്കും. യേശു കർത്താവ് അതുപോലെ പിതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോഴും കർത്താവിൻ്റെ അടുത്തൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രെയർ ലിസ്റ്റ്. അതിനകത്ത് കുറേ പേരുകളുണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ പേരുണ്ടായിരുന്നു. നിങ്ങളുടെ പേരുണ്ടായിരുന്നോ? ഉറപ്പാണോ? കണ്ടിട്ടുണ്ടോ അത്? ആ ലിസ്റ്റ് കാണിക്കട്ടെ ഒരു മിനിറ്റ്.
നിങ്ങളുടെ പേര് മാത്രം അതിനകത്ത് നോക്കാൻ പറ്റുള്ളൂ, വേറെ ആരുടെയും പേര് അതിനകത്ത് കാണാൻ പറ്റില്ല. നിങ്ങളുടെ പേരുണ്ടോ എന്ന് മാത്രം നോക്കാൻ ഒരു അവസരം തരാം. ഓക്കെ, നോക്കാവോ? അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓക്കെ, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിച്ച്. ജോൺ 17:9. യോഹന്നാൻ 17:9. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി അത്ര ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ലോകത്തിന് വേണ്ടി മുഴുവൻ കർത്താവ് ആ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചില്ല. ഓക്കെ, പിന്നെ ആർക്ക് വേണ്ടിയാ? പിതാവ് അവന് കൊടുത്തവർക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ കുറച്ച് പേര് മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിക്കണേ. ഇനി 20-ാം വാക്യം വായിച്ചേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് മുൻകൂട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പിതാവ് കേൾക്കുമോ? ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം ഒന്നും പിതാവ് കേൾക്കാറില്ല. പക്ഷേ യേശു കർത്താവ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കേൾക്കും. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ, നമുക്ക് വേണ്ടി നമ്മളുണ്ടാകുന്നതിനും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പം ഈ ചേസിന് വേണ്ടിയും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ മഹാപാപിയായിട്ട് ഈ ലോകത്ത്, വർഷം ഞാൻ പറയുന്നില്ല, ഇത്രാം ആണ്ടിൽ ജനിക്കും, അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും കൂടെ ഞാൻ മരിക്കുന്നു, അവനെ രക്ഷിച്ചേക്കണേ എന്ന് കർത്താവ് പിതാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതാവ് എന്നെ രക്ഷിക്കുമോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. രക്ഷിക്കൂലേ? അതാണ്. ഓക്കെ, അപ്പോൾ ഈ വിശ്വസിക്കുന്നവരെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ നേരത്തെ തന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? എഫെസ്യ ലേഖനം 1:4 എന്താ പറയുന്നത്? അവൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ ക്രിസ്തു മരിക്കുമ്പം നമ്മൾ അവനിലുണ്ട്. അവൻ്റെ മരണത്തിൽ ഞാനും മരിച്ചു. 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്താ നിർബന്ധിക്കുന്നേ? ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് നിർബന്ധിക്കുന്നു. അപ്പം നമ്മൾ മരിച്ചു നമ്മളോട് നിർബന്ധിക്കുന്ന ആരാ? ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നീ എൻ്റെ കൂടെ മരിച്ചതാ എന്നാണ് നിർബന്ധിക്കുന്നത്. നമ്മൾ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല. ഈ മരിച്ചതാണോ അല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതും. എങ്ങനെ മനസ്സിലാകുന്നത്? ഒരാൾ മരിച്ചോ ഇല്ലയോ എന്നെങ്ങനെ? യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പം യേശു കർത്താവ് ശരിക്കും മരിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? പടയാളികൾക്ക് കുന്തം കൊണ്ട് കുത്തി നോക്കിയല്ലേ. അപ്പം ഞാനും ആ കൂടെ മരിച്ചില്ലായിരുന്നോ? ഞാൻ മരിച്ചോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ആരെങ്കിലും കുത്തി നോക്കിയാൽ പോരെ? അപ്പോൾ ആരുടെ എന്നെ കുത്തുന്നെന്ന് ചോദിച്ചാൽ ഞാൻ മരിച്ചിട്ടില്ല. ഇവനെ ഒട്ടും ബഹുമാനിച്ചില്ല പാസ്റ്ററെ. മരിച്ചിട്ടില്ല. മരിച്ചവനെ ബഹുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ശരിയല്ലേ? എൻ്റെ വീട്ടിൽ ആർക്കും എന്നോട് ഒരു സ്നേഹമില്ല. ചത്ത് കിടന്നാൽ എന്ത് സ്നേഹിക്കാനല്ലേ? ശരിക്കും നമ്മൾ മരിച്ചാൽ പിന്നെ ആരെങ്കിലും സ്നേഹിക്കണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. മരിച്ചോ? ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ നിർബന്ധിക്കുക. മരിച്ചു, നീ മരിച്ചു. എന്ത് ഭയങ്കര വിക്ടറി എന്നറിയോ? റോമാലേഖനം 6:7 പറയാണ്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഈ ഹോർമോണുകളുടെ പ്രവാഹത്തിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അവൻ്റെ മരണത്തിൽ പങ്കാളിയാവണം. ആ മരണത്തിൽ പങ്കാളി ആയില്ലെങ്കിൽ നമുക്ക് ഒരു ഭാര്യയും ഭർത്താവിനും ഒന്നും സ്നേഹിക്കാൻ പറ്റില്ല. എൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറയാം. ഞങ്ങളുടെ ചർച്ചിൽ, നമ്മുടെ എളംകുളത്തുള്ള ചർച്ചിൽ ഒരു കൂട്ടായ്മയിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ ആർക്കെങ്കിലുമൊക്കെ പരിചയം ഉണ്ടായിരിക്കും. സിജു എന്നായിരുന്നു പുള്ളിയുടെ പേര്, സിജു. അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞ വർഷം കോവിഡായിട്ട്. ഒരു മാനസിക രോഗ ആശുപത്രിയിൽ വളരെ ഗുരുതരാവസ്ഥയിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. ഹോർമോണുകളാണല്ലോ, കെമിക്കൽ ഫ്ലോ, അത് വരുമ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ പറഞ്ഞു, എന്നെ ശരിക്കും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്കൊരു രോഗവും ഇല്ല എന്നൊരു സർട്ടിഫിക്കറ്റ് എഴുതി തരാമെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഈ രോഗം വന്നവർക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല.
കാരണം നിങ്ങൾ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എൻ്റെ തലയിൽ വരും. അതുകൊണ്ട് ഇപ്പോൾ രോഗലക്ഷണങ്ങൾ ഒന്നും കാണിക്കുന്നില്ല എന്ന് ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന്. അങ്ങനെ സർട്ടിഫിക്കറ്റും പുള്ളി എഴുതി മേടിച്ചു. അതിൽ ഏറ്റവും എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയത്, പുള്ളി ഒത്തിരി പേരുടെ മുമ്പിൽ നല്ല സാക്ഷിയായിട്ട് ജീവിച്ചെന്ന് മാത്രമല്ല, അനേകം മാനസിക രോഗ പ്രശ്നങ്ങളുള്ളവരെ കൗൺസിൽ ചെയ്തു. അവസാനം കോവിഡായിട്ട് സിവിയർ ന്യൂമോണിയായി, ഈ സ്പോണ്ടിലോസിസ് കാരണം കഴുത്തനക്കാൻ വയ്യാത്ത പെയിൻ, ഭയങ്കര സ്ട്രെസ്സിനകത്തോടെ അവസാനം കടന്നുപോയി. പക്ഷേ ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു. ആ മനോരോഗം തിരിച്ചു വന്നേ ഇല്ല, ആ സ്ട്രെസ്സ് വന്നില്ല, ഡിപ്രഷൻ വന്നില്ല, അത് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമായി പോയി. കാരണം നമ്മുടെ ഈ സ്വഭാവ വൈകല്യങ്ങളെ പരിഹരിക്കാൻ ഫെയ്ത്ത് എന്താ പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം കേട്ടില്ലേ, വൈബ്രേഷൻ വിത്ത് ഓൾ വൈബ്രേഷൻസ്. ഇന്നലെ രാത്രി അനേകം ആളുകൾ ബാക്കിയെന്ന് പറഞ്ഞേ, ഈ കഴിഞ്ഞ ഒരാഴ്ച അനേകം ആളുകൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകം ആളുകൾ ആശുപത്രിയിൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നറിയാൻ വയ്യാതെ കിടക്കുമ്പോൾ, ജീവനുള്ളവരുടെ ദേശമായ എറണാകുളത്ത് എനിക്കൊരു ദിവസവും കൂടെ തന്നതിനായിട്ട് സ്തോത്രം. ഇത് എന്താ ഞാൻ കർത്താവിൻ്റെ ശരിക്കും പറഞ്ഞെന്നറിയാം? കർത്താവ് അനേകം വിശുദ്ധന്മാരെ നീ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നെ നിൻ്റെ അടുത്തേക്ക് ഒന്നും കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞാലും എന്നാ പറഞ്ഞത്. ഈ ഫെയ്ത്തും കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമോ? രക്ഷപ്പെടുകയില്ല. നമ്മുടെ എല്ലാം വിചാരം നാളെ ഇത് ശരിയാകും, നാളെ ഇത് ശരിയാകും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഈ ഹാർവെസ്റ്റ് ടി വിയിലും മറ്റേ പവർ വിഷനിലൊക്കെയുള്ള പ്രസംഗം കേട്ടാൽ മതി. അവരെല്ലാം പറയുന്നത് നാളെ ശരിയാവും എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇത് നാളെ കൂടുതൽ വഷളാവുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ? ഈ ഭൂമിയിലെ സംഗതികൾ നന്നായി വരുവാന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇത് വഷളായി വരുള്ളൂ. ഇന്ന് കോവിഡ് ആണെങ്കിൽ ഇതിനേക്കാൾ വലുത് നാളെ വരാം. അല്ലാതെ നാളെ ഒരു അഭിവൃദ്ധിയുണ്ട്, നാളെ ഒരു സന്തോഷമുണ്ടെന്ന് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവല്ല. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് ഇതിനേക്കാൾ വലുത് വന്നാലും പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യവും വിശ്വാസവും പ്രത്യാശയും നമ്മളിൽ വളരണമെന്നാണ്. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ നാളെ ശരിയാകും എന്നുള്ളതല്ല. പിന്നെ എന്തുവാ? ഇന്ന് ഈ ചർച്ചുകളിൽ മുഴുവൻ പ്രൊമോട്ട് ചെയ്യുന്ന വിശ്വാസം അതാ, നാളെ ശരിയാവും ബ്രദറെ, നാളെ കഴിഞ്ഞ് ശരിയാവും, ഇല്ലെങ്കിൽ അടുത്ത ഒക്ടോബറിന് മുമ്പ് ശരിയാവും വിത്ത് വൈബ്രേഷൻ. അപ്പോൾ ഒക്ടോബർ വരുമ്പോൾ അടുത്ത ഒക്ടോബർ എന്നല്ലേ പറഞ്ഞു, ഒക്ടോബർ ഇനിയുണ്ടല്ലോ. ഈ വക വഞ്ചനകളിൽ കുരുങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഈ കോവിഡ് വന്നപ്പോൾ ആർക്കും മനസ്സിലായില്ല ഇങ്ങനൊരു സാധനം വരുമെന്ന്. കാരണം ലോകം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം അങ്ങനെ തന്നെ പറയുന്നത്. ഏത് സമയത്തും ഇത് തീർന്നു പോകാവുന്ന ഒരു ലോകത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നാളെ ശരിയാകും എന്ന് പറയുന്ന വിശ്വാസത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് നാളെ ശരിയാകും എന്നുള്ളതല്ല, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കും എന്നുള്ളതാണ്. ആ വിശ്വാസം കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. വേറൊരു വിശ്വാസം കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ മാർമികവും ദൈവികവുമായ നീതിയാൽ പിടിക്കപ്പെട്ടവരാ. ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ നിങ്ങൾ ആരാധിച്ച് എന്തിനാ ആരാധിക്കുന്നറിയോ? കാര്യം കാണാൻ വേണ്ടി. എന്തിനാ പള്ളിയിൽ വരുന്നത്? കാര്യം കാണാൻ വേണ്ടി. ക്രിസ്തു ഉള്ളിലുള്ളതുകൊണ്ടല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെന്ന്? ഈ മഹത്വത്തിൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ തന്നെ കാണാനുള്ള ആ വമ്പൻ തേജസ്സിലേക്കുള്ള നോക്കിയിരിക്കലാണ് ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ വിശ്വാസം എന്നെ നിർബന്ധിക്കുന്ന എന്തിനു വേണ്ടിയാ? കർത്താവിൻ്റെ സ്നേഹം എന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത്? ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പറയാമെന്ന് കേൾക്കാമെന്ന് വിചാരിച്ചാണല്ലോ ഇരുന്നത്. കാരണം ഈ കുടുംബജീവിതത്തിൽ നമുക്ക് ഒത്തിരി രസകരമായിട്ട് പറയാവുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. പക്ഷെ ഞാൻ അത്ര രസം ഇവിടെ ഉളവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ക്രിസ്തീയ കുടുംബജീവിതം നയിക്കാം എന്നുള്ളതിൻ്റെ ബേസിക് തത്വങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മരിച്ചില്ലെന്ന് വിചാരിച്ചോ? മരിച്ചോ? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തിനാണ് നിർബന്ധിക്കുന്നത്? അവ നിർബന്ധത്തിന് അങ്ങ് സബ്മിറ്റ് ചെയ്ത് നോക്കി, സമ്മതിച്ചു കർത്താവേ ഞാൻ മരിച്ചു. അപ്പോൾ ജീവിക്കുന്ന ആരാ ഇനി? നിങ്ങൾ മരിച്ചില്ലെന്ന് വിചാരിച്ചോ? അപ്പോൾ ആരായിരിക്കും ജീവിക്കുന്നത്? നമ്മൾ. അപ്പോൾ നമുക്കൊരു നല്ല ജീവിതം ജീവിക്കാൻ എന്ത് വേണം?
നമ്മൾ മരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? പൈസ വേണം, പിന്നെ നല്ല സ്വഭാവം വേണം, ആരോഗ്യം വേണം, വിവരം വേണം. വിവരം അല്ലേ? വിവരം. പിന്നെ ഒരു വരവും ഇല്ലെങ്കിലും ഈ ഒരു വരം വേണം. ഏത് വരവാ? വിവരം. ഓക്കെ. ജീവിക്കാൻ വേണ്ടത് ബുദ്ധി, വിവേകം, പിന്നെ ഭാഗ്യം, ശരിയല്ലേ? പിന്നെ നല്ല നല്ല വലിയ വലിയ കപ്പാസിറ്റി ഉള്ള ആൾക്കാരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഇതൊക്കെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ വിൽ പവർ, അത് വിട്ടുകളയാൻ പാടില്ല. വിൽ പവർ, ഇതെല്ലാം വെച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിയാണോ? ഞാൻ മരിച്ചില്ലെങ്കിൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാലോ? മരിച്ചു കിടക്കുന്ന ഒരാളെ സങ്കല്പിച്ചേ. അയാളുടെ കുടുംബം ഏതാണെന്ന് അയാൾക്ക് അറിയാൻ മേല. അറിയോ? മരിച്ചു കഴിയുമ്പോഴാണ് മറ്റുള്ളവർ പുള്ളിയുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുന്നത്. പക്ഷെ പുള്ളി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് അത് ഓർക്കാൻ പറ്റത്തില്ല. കുടുംബം ഓർക്കുന്നില്ല, വിദ്യാഭ്യാസം ഓർക്കുന്നില്ല. വിദ്യാഭ്യാസം നമ്മൾ ഡോക്ടറേറ്റ് എടുത്ത 5-8 PhD ഉള്ള ആളാണെങ്കിലും തലയിലൊരു തേങ്ങ വീണ ആ PhD എല്ലാം പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടത്? ഒരു നട്ടൊന്ന് ലൂസായാൽ നമ്മൾ പഠിച്ചത് ഹിസ്റ്ററി ആണോ, ജോഗ്രഫി ആണോ, സുവോളജി ആണോ എന്നെല്ലാം മറന്നു പോകും. ശരിയല്ലേ? നിങ്ങളിത് എന്താ എന്നോടും ഇങ്ങനെ, നിങ്ങൾക്കിത് സ്റ്റണ്ണായിരിക്കുവാണോ? എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അത് ഇങ്ങനെ തന്നെയാണോ? ഹമ്പിളായതുകൊണ്ട്, വിനയമുള്ളതുകൊണ്ടായിരിക്കും അല്ലേ മിണ്ടാത്ത. ഓക്കെ. അപ്പോൾ ഈ ലോകത്തുള്ള വിവരങ്ങൾ ഇതെല്ലാം നമ്മളാണ് ജീവിക്കുന്നതെങ്കിൽ ഇതൊക്കെ വെച്ചാൽ നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഞാൻ മരിച്ചു, ക്രിസ്തുവാണ് ജീവിക്കുന്നതെങ്കിൽ എന്ത് വെച്ചാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ ധനം? ബേസിൽ അല്ലേ? ഞാൻ ഈ ബേസിലിന് ഒരിക്കൽ കൂടി ഒരു ഉദാഹരണം എടുക്കാം. വിഷമമില്ല? പിള്ളേർക്ക് എന്നാ വിഷമം? ഒരു വിഷമം. വഴിയെ പോകുമ്പോൾ ഞങ്ങൾ 2 പേരും പഴയ വീണ്ടും ജനിക്കാത്ത ആൾക്കാരെന്ന് വിചാരിച്ചോ. വഴിയിൽ വെച്ച് ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാക്കുന്നു. പുള്ളി ബൈക്കിൽ പോകുന്നു, ഞാൻ കാറിൽ പോകുന്നു. ബൈക്കുണ്ടോ? ഉണ്ട്. ഒരു തട്ടുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാവുന്നു. സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. എൻ്റെ കയ്യിലുള്ള ഫുൾ റിസോഴ്സ് എടുത്താണ് ഞാൻ പോരാടുന്നത് അല്ലേ? എൻ്റെ ബുദ്ധി, എൻ്റെ നിയമത്തെക്കുറിച്ചുള്ള അറിവ് റോങ് സൈഡാണോ, അതാണോ, ഇതാണോ എന്നെല്ലാം പറഞ്ഞല്ലേ? നീയൊക്കെ എവിടെ നോക്കി ഓടിക്കുവാടാ? മറ്റേ പുള്ളി പറയുന്നത് അതുപോലെ തന്നെ അല്ലേ? അവരുടെ കപ്പാസിറ്റി എടുത്താ. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ മരിച്ചു പോയി എന്ന് വിചാരിച്ചോ, ഞാൻ എന്ത് പറഞ്ഞുകൊണ്ടായിരിക്കും ആർഗ്യൂ ചെയ്യുന്നത്? എന്ത് പറഞ്ഞുകൊണ്ടായിരിക്കും ആർഗ്യൂ ചെയ്യുന്നത്? ഒന്നും പറയാനില്ല അല്ലേ? ശരിയല്ലേ? ഞാൻ തീർന്നു. ഇനി ക്രിസ്തുവായി ജീവിക്കുന്നു വിചാരിച്ചോ, അപ്പം എന്തായിരിക്കും പറയുന്നത്? സാരമില്ല മോനെ, നിനക്ക് എന്തെങ്കിലും ചിലവായോ, നഷ്ടം വല്ലോ വന്നു, അങ്ങനല്ലേ പറയുള്ളൂ. അപ്പം ആരാ ജീവിക്കുന്നേ? നിങ്ങളാണോ ക്രിസ്തുവാണോ? ഉറപ്പാണോ? ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, മനസ്സിലായോ? അപ്പം യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നിയമബോധമോ, നീതിബോധമോ, സ്വഭാവമോ, കാശോ, വിവരമോ, വിദ്യാഭ്യാസമോ, ആരോഗ്യവും കൊണ്ടൊന്നും നടക്കില്ലെന്ന് മാത്രമല്ല, അത് വലിയൊരു തടസ്സമാണ്. ആണോ അല്ലയോ? എനിക്ക് വണ്ടി ഇടിച്ചു, എനിക്ക് കരുനാക്കൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, വണ്ടി ഇടിച്ചു. ഓക്കെ, അല്ല വേണ്ട, എക്സാമ്പിൾസ് വേണ്ട. എവിടെയോ ഒരു വണ്ടി ഇടിച്ചു. അവിടുത്തെ SP എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ എനിക്ക് എളുപ്പമായിരിക്കോ പാടായിരിക്കോ? പാടായിരിക്കും. കാരണം ഞാൻ ഉടനെ SP വിളിക്കും, ഒരു ആക്സിഡൻറ്റ് പറ്റി, എന്നെ രക്ഷിക്കണേ. അപ്പോൾ എനിക്ക് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ പ്രയാസമായിരിക്കും. എനിക്ക് യാതൊരു ശക്തി ഇല്ലെങ്കിലോ, ഞാനാ റോങ് സൈഡെങ്കിലോ, എനിക്ക് മരിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? ശരിയല്ലേ? കാരണം എൻ്റെ കയ്യിൽ ഒരു റിസോഴ്സും വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പം മാർമികമായ നീതിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ മരിക്കണം. എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? പകരം ആര് ജീവിക്കണം? അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇനി നിങ്ങളല്ല ക്രിസ്തുവാ ജീവിക്കുന്നതെങ്കിൽ ഒരു ഇടി കിട്ടിയാലും നിങ്ങൾ തിരിച്ചിടിക്കുമോ? ഇല്ല. കാരണം എന്താ? മരിച്ചു പോയ ആളെ എങ്ങനെ തിരിച്ചിടിക്കാനാ?
മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാൻ കുറേ ധനം ആവശ്യമാണ്. ആ ധനം എവിടെ നിന്ന് കിട്ടും? എൻ്റെ ജീവിതം ജീവിക്കാൻ ഇഷ്ടംപോലെ ധനം അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒക്കെ കിട്ടി. ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇല്ലാതൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാൻ വേണ്ട ധനം എവിടെ നിന്ന് കിട്ടും? നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമായി. 2 പത്രോസ് തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതുള്ളതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാനുള്ളതെല്ലാം ആര്? അവൻ്റെ ശക്തിയാൽ വരണം. അത് അവൻ്റെ പരിജ്ഞാനത്തിൽ നിന്ന് വരണം. മനസ്സിലായോ? അപ്പം ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്ന ചുമ്മാ പറഞ്ഞാൽ പോരാ. പിന്നെ എന്തു വേണം? ഈ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കൂടെ നമുക്ക് വേണം. അങ്ങനെ ജീവിക്കാനുള്ള റിസോഴ്സസ് എവിടെ നിന്ന് വരും? ആത്മാവിന് മാത്രമേ നമുക്കത് തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ക്രിസ്തീയ വിവാഹത്തിൽ അല്ലെ കുടുംബജീവിതത്തിൽ ശരിക്കും ആരുടെ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ റിസോഴ്സസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് സബ്മിറ്റഡ് ആകാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ നോട്ടൊന്നും ഇല്ലാതെ പ്രസംഗിക്കുന്നത്. എൻ്റെ കയ്യിൽ സ്ലിപ്പ് കുറിപ്പടി ഒന്നുമില്ല. ഇതെന്നാ തുടങ്ങിയെന്നറിയാം പരിപാടി? 2009-ലാണ് സ്ഥിരമായിട്ട് തുടങ്ങിയത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കുറിപ്പില്ലാതെ സംസാരിക്കുന്നത് 2007-ലാണ്. അതിങ്ങനൊരു കല്യാണ പ്രസംഗമായിരുന്നു. 1000 പേരോളം കൂടുന്ന ഒരു കല്യാണം. അത് ഇവിടെ അല്ല, ആന്ധ്രയിലാണ്, വില്ലേജിലെ ആൾക്കാർ മൊത്തം കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്റ്റേജിൽ വന്ന് ആദ്യം തന്നെ ഇരിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ഈ ഓഡിയൻസിൻ്റെ കൂടെ ഇരിക്കുള്ളൂ. പ്രസംഗിക്കാൻ സമയമാകുമ്പോഴേ ഞാൻ വരാറുള്ളൂ, നിവൃത്തി ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഏറ്റവും പുറകിലിരിക്കുന്നു. എൻ്റെ ട്രാൻസ്ലേറ്റർ എൻ്റെ അടുത്തിരിക്കുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, എന്താ പ്രസംഗിക്കാൻ പോകുന്ന? 2-3 വാക്യങ്ങളൊന്ന് പറഞ്ഞു തരായിരുന്നെങ്കിൽ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യാമായിരുന്നു. ഞാൻ ഇംഗ്ലീഷിലും പുള്ളി തെലുങ്കിലേക്ക് ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു വലിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പുള്ളി എന്താണ്? എൻ്റെ കുറിപ്പടി കാണാനില്ല. ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടുവന്ന കുറിപ്പ് കാണാനില്ല എന്ന് മാത്രമല്ല, എൻ്റെ ബ്രെയിൻ ബ്ലാങ്കായി പോയേക്കുവാണ്. എനിക്കാകെ ഒരു കാര്യം മാത്രം ഓർമ്മയുള്ളൂ. എന്താണെന്നറിയാം? അവർ ഒരു ശരീരമായി തീരും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കില്ല. ഇത് മാത്രമേ അറിയത്തുള്ളൂ. വേറെ ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. മൈൻഡ് മുഴുവൻ ബ്ലാങ്കാണ്. എന്ത് പറയണമെന്നൊരു പിടിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, അടുത്ത പ്രസംഗം ഇപ്പോൾ 5 മിനിറ്റിനുള്ളിൽ ഈ പാട്ട് തീരും, പ്രസംഗിക്കാൻ കയറണം. 3/4 മണിക്കൂർ മേലിൽ, 3/4 മണിക്കൂറിന് 1 മണിക്കൂറിനിടയിലാണ് പ്രസംഗിക്കാൻ സമയം തന്നിരിക്കുന്നവർ. കല്യാണത്തിന് ആകെ അരമണിക്കൂർ തന്നെ കിട്ടുന്ന അത്ഭുതമാണ്. എനിക്ക് എന്ത് പ്രസംഗിക്കണമെന്ന് അറിയാൻ മേല. ഞാൻ പറഞ്ഞു, എനിക്ക് ബ്ലാങ്കായിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. പുള്ളി ആകെ വേർത്തു. ഇപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് സ്റ്റേജിലേക്ക് പോകാം. എൻ്റെ കയ്യിൽ ബൈബിൾ മാത്രമുള്ള ഒരു കുറിപ്പടിയില്ല, വാക്യം ഒന്നും ഓർമ്മയില്ല, എന്ത് പറയണമെന്ന് അറിയത്തുമില്ല. ഞാൻ സ്റ്റേജിലോട്ട് പോകുന്ന വഴിക്ക് കർത്താവിൻ്റെ ആത്മാവ് എന്നോടൊരു കാര്യം ചോദിച്ചു. ഇപ്പം നീ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കയ്യിൽ ഒരു വകയില്ല. അപ്പോൾ അതിനർത്ഥം എന്താ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കയ്യിൽ എഴുതി കൊണ്ടുവന്ന പേപ്പറും ഇല്ല. അപ്പം ഞാനില്ല, റിയലി ഞാൻ പോയി. ശരിയല്ലേ? അപ്പം ചെയ്സ് എന്ന പ്രസംഗകനില്ല, ആൾ പോയി. പുള്ളി ഇങ്ങനെ നടക്കുക സ്റ്റേജിലേക്ക്, എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, ഞാൻ പറയുന്ന അതുപോലെ ഒന്നും ആലോചിക്കാതെ, ഒന്നും ചിന്തിക്കാതെ പറയുമോ നീ? ഞാൻ കർത്താവ് വരെ നിവൃത്തിയില്ല, ഒന്നും അറിയത്തില്ല. സ്റ്റേജിലോട്ട് കയറി നിന്നു. ഒന്നും അറിയത്തില്ല, ഒരു വക അറിയത്തില്ല. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഈ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ലോക്കൽ പാസ്റ്റർമാർ ആ ചെറുക്കനെക്കുറിച്ച് പറഞ്ഞു, വളരെ നല്ല ബ്രദറാണ്, കർത്താവിൻ്റെ പേരിൽ ഒത്തിരി പ്രയോജനപ്പെടുന്ന ആളാണ്, ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ആളാണ്, ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനമാണ്, അതായതെന്നൊക്കെ പറഞ്ഞു. പെൺകുട്ടിയെക്കുറിച്ചും പറഞ്ഞു, പാസ്റ്ററുടെ മോളാണ്, ചെറുപ്പം തൊട്ടേ വിശ്വാസി വളർന്നതാണ്, സൺഡേ സ്കൂളിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു.
ഇതൊക്കെ പറഞ്ഞായിരുന്നു ഇത്തിരി മുമ്പ്. അത് ഞാൻ ഈ പാട്ട് പാടിയത്. അപ്പോൾ ഞാൻ സ്റ്റേജിലോട്ട് കയറിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 2 പാസ്റ്റർമാർ ഇവരെ പുകഴ്ത്തിയാണ് പറഞ്ഞത്, പക്ഷേ ഇവർ 2 പേരും അത്ര ശരിയായ ആൾക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. എൻ്റെ ട്രാൻസ്ലേറ്റർ എന്നെ നോക്കി, ഇയാൾ എന്താ പറഞ്ഞു വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ 2 പേര് ശരിയല്ല, നിങ്ങൾക്ക് ആർക്കും അറിയാൻ വയ്യാത്ത കുറേ രഹസ്യങ്ങൾ ഇവർക്ക് 2 പേർക്കും ഉണ്ട്. അപ്പം ഇവർ എല്ലാവരും ആകെ അമ്പരന്ന് പോയി. അപ്പം ഞാൻ ഇങ്ങനെ പറയാൻ ആത്മാവ് പ്രേരിപ്പിക്കുക. ഞാൻ മരിച്ചു, ഞാനില്ല, എനിക്ക് സുബോധം ഉണ്ടെങ്കിൽ അങ്ങനെ പറയല. പറയോ? നിങ്ങൾ പറയോ അങ്ങനെ സുബോധം ഉണ്ടെങ്കിൽ? അപ്പോൾ ഈ ട്രാൻസ്ലേറ്റർ മറിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമോ? ഞാൻ പറയുന്നതല്ല പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ വളരെ നല്ല പിള്ളേരാണെന്ന് ഞാൻ കേട്ടല്ലോ എന്നാണ്. അങ്ങനല്ല, ഞാൻ തിരിച്ചാണ് പറയുന്നത്. അപ്പം എനിക്ക് തെലുങ്ക് മനസ്സിലാവും, ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ പറയാൻ പറഞ്ഞു. പുള്ളി എന്നിട്ട് തിരുത്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അടുത്ത വാക്യം പറഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായത്. കർത്താവ് പറഞ്ഞു, എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ ഒരു രഹസ്യമായൊരു സാധനമുണ്ട്, അതാരെയും കാണിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്കറിയാത്ത, നിങ്ങളുടെ അയൽവക്കക്കാർക്കറിയാത്ത, നിങ്ങളുടെ കൂടെ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവർക്ക് അറിയാൻ വയ്യാത്ത ഒരു വൃത്തികെട്ട, ഒരു ദൈവത്തിന് അറപ്പായ ഒരു ജഡം നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഒരാളെ ദൈവം ഇയാളുടെ ജീവിതത്തിലേക്ക് കയറ്റി വിട്ടിരിക്കുക രഹസ്യങ്ങളെല്ലാം പൊക്കാൻ. മനസ്സിലായോ? എല്ലാവരോടും ദേഷ്യപ്പെടാതെ സൗമ്യനായിരിക്കുന്ന ഈ പയ്യൻ എപ്പോൾ ദേഷ്യപ്പെടുമെന്ന് ഇവളിനി കണ്ടുപിടിക്കും. അയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ മറച്ചു വെച്ച സകല ഗുലുമാലുകളും ഈ പെണ്ണ് 2 മാസത്തിനുള്ളിൽ പിടിച്ചെടുക്കും. തിരിച്ചു അങ്ങനെ പരസ്പരം രഹസ്യങ്ങൾ മനസ്സിലാകുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമാവും. എങ്ങനെയുണ്ട് കല്യാണ പ്രസംഗം? ഞാൻ വളരെ വിഷമിച്ചാണ് അത് പറഞ്ഞത്. പക്ഷെ കർത്താവ് പറഞ്ഞു, കല്യാണം കഴിപ്പിക്കുന്നത് ഇവരൊന്നിച്ച് പോയി സാരിയും മേടിച്ച് ഇഡ്ഡലിയും കഴിച്ച് ഹോട്ടലിൽ കൂടെ കയറി സന്തോഷം ആചരിക്കാൻ വേണ്ടിയല്ല. ഇവർ 2 പേരും വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഭാര്യ ഈ ഭർത്താവിൻ്റെ ഹൃദയത്തിനകത്തേക്കും ഭർത്താവ് ഈ ഭാര്യയുടെ ഹൃദയത്തിനകത്തേക്കും ഒരു സർജറി ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അവർ തമ്മിൽ സ്ട്രഗിൾ ഉണ്ടാവും, വഴക്കുണ്ടാവും, പക്ഷെ അവർ 2 പേരും വെളിയിൽ വരുമ്പോൾ ക്രിസ്തുവിനെ പോലെ ആയിരിക്കും. ഇതെനിക്ക് അന്ന് മനസ്സിലാകുന്നത്, മനുഷ്യൻ്റെ റിസോഴ്സിനാലല്ല, അവൻ്റെ ബുദ്ധിയാലല്ലാത്ത ഒരു പ്ലാൻ നമ്മുടെ എല്ലാ ലൈഫിൽ ദൈവത്തിനുണ്ട്. എന്നിട്ടുണ്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിചാരിക്കുകയാണ് എൻ്റെ ഭർത്താവാണ് ഏറ്റവും പ്രശ്നക്കാരൻ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അയാളെ വിശുദ്ധീകരിക്കാൻ ദൈവം കണ്ട ആയുധമാണ് നിങ്ങൾ. നിങ്ങളുടെ സ്നേഹത്തിന് അയാളെ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ദൈവം അയാളുടെ ജീവിതവുമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നതാണ് അതിനർത്ഥം. അതുകൊണ്ട് ആ ഭർത്താവിനെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. കുറേ പേര് അവിടെ ഇരുന്ന് കരഞ്ഞു, കുറേ പേര് അവിടെ നിന്ന്. അത് എനിക്കൊരു വലിയ അനുഭവമായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലാകുന്നത്, വിവാഹം എന്ന് പറയുന്നത് 2 ഇംപെർഫെക്റ്റായ, തല്ലുകൊള്ളികളായ, വഴക്കാളികൾ, ശത്രുക്കളുമായ 2 പേരെ ദൈവം കൂട്ടി യോജിപ്പിച്ച് വിടുന്നതാണെന്നും അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാമെന്നും എന്നാൽ അവിടെ എല്ലാം ജയിക്കാൻ നമുക്ക് ക്രിസ്തുവിൻ്റെ റിസോഴ്സസ് വേണമെന്നും ആ റിസോഴ്സസിനാൽ മാത്രമേ ഒട്ടും ഇങ്ങോട്ട് സ്നേഹമില്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുള്ളൂ എന്നും, എന്നെ വെറുക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ തിരിച്ചങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കണമെങ്കിൽ എനിക്ക് അസാമാന്യമായ സ്നേഹം എൻ്റെ ഉള്ളിൽ വരണമെന്നും അതെൻ്റെ ജഡത്തിൽ നിന്ന് വരില്ലെന്നും അത് ക്രിസ്തു എന്ന മർമ്മം എൻ്റെ ഉള്ളിൽ വസിച്ചാൽ മാത്രമേ വരുള്ളൂ എന്നും, അതാണ് എൻ്റെ ലൈഫെന്നും എനിക്ക് മനസ്സിലാകുന്നത് ആ വിവാഹത്തിൻ്റെ പന്തലിൽ വെച്ചാണ്. പിന്നെ എനിക്കൊരു ധൈര്യമായിരുന്നു, സ്റ്റേജിലോട്ട് കയറിക്കോ, കർത്താവ് പറഞ്ഞോളൂ. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയത്. മനസ്സിലായോ? എന്ത് മനസ്സിലായി? അപ്പോൾ വിവാഹ ജീവിതത്തെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒട്ടും ക്ഷമയില്ലാത്ത ഒരുത്തനെ ക്ഷമ പഠിപ്പിക്കണമെങ്കിൽ ക്ഷമ പഠിപ്പിക്കാൻ പറ്റിയൊരു ഭാര്യയെ കൊടുക്കണ്ടേ? വേണ്ടേ? എല്ലാവരുടെ അടുത്ത് സൗമ്യനായി നടന്നിട്ട് ഉള്ളിലുള്ള ദേഷ്യമെല്ലാം അടക്കി പിടിച്ചോണ്ട് ഞാൻ നീതിമാനാണേ, ഞാൻ ആരോട് വഴക്കുണ്ടാക്കൂലേ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾ നീതിമാനല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ അയാളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരാൾ വേണ്ടേ? ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ. ആരാ കൈയടിച്ച്? സമ്മതിച്ചോ?
നിങ്ങളിങ്ങനെ ആയിരുന്നോ കല്യാണത്തെക്കുറിച്ച് ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരുന്നേ? നീ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കി, എല്ലാം തിരിച്ചൊന്ന് ചിന്തിച്ചു. കർത്താവിൻ്റെ സ്നേഹം നമ്മൾ നിർബന്ധിക്കുന്നു, നമ്മൾ മരിച്ചു. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഒരുപക്ഷെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളോ, ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള പണ്ഡിത് വേദപ്രകാശ് എന്ന് പറഞ്ഞൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വിശ്വാസിയായിരുന്നു. എനിക്ക് കഥ ശരിക്കും ഓർമ്മയില്ല, എൻ്റെ മറവി. ഞാൻ 2013 ഇത് കേൾക്കുന്നത്, ഈ അനുഭവം കേൾക്കുന്നത്. അതുകൊണ്ട് ഓർമ്മയുടെ ഒരു പശ കൊണ്ട് ഞാൻ ഇപ്പോഴും ഇത് ആവർത്തിക്കാത്തതുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഭാര്യ ഇടിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ചുമ്മാ, പുള്ളി ഹിന്ദു ആയിരുന്നു, പണ്ഡിറ്റ് ബ്രാഹ്മണനായിരുന്നു, ഭാര്യ ക്രിസ്ത്യാനിയായിരുന്നു. എന്നാൽ ഇടി അതുകൊണ്ടായിരുന്നില്ല. ഈ ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ്, അവർക്ക് ഓഫീസിലോ ജീവിതത്തിൽ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കുന്നത് ഈ തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ള ഭാര്യയുടെ പുറത്തിരുന്നു. ഭാര്യ എങ്ങാനും തിരിച്ചടിച്ചാൽ അത് കേസായി. ഭർത്താവിനെ തല്ലുന്ന ഭാര്യ. അപ്പം തിരിച്ചടിക്കില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും നിർബന്ധിച്ചുകൊണ്ടും ഒരാളെ അടിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ അപമാനകരവും വൃത്തികേടുമായ ഒരു സംഭവം ലോകത്തില്ല. നിങ്ങളാരെങ്കിലും അടിക്കുവാണെങ്കിൽ തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അടിക്കണം. ധൈര്യമുണ്ടോ? അവരുടെ ഒലക്കയും ചെരവയും ഉണ്ടെന്ന് ഓർക്കണം. ഈ തിരിച്ചിങ്ങോട്ട് അടിക്കാത്തവരെ തല്ലുന്നതിനകത്ത് യാതൊരു ഹീറോയിസും ഇല്ല. വഴിയെ പോകുന്നു ചുമ്മാ ഇരിക്കുന്നതിൻ്റെ പുറത്തിട്ട് 4 ചവിട്ട് കൊടുത്തിട്ട് പോകുന്നതിനകത്ത് എന്തെങ്കിലും ഹീറോയിസം ഉണ്ടോ? ഇല്ല. നല്ല മസിലൊക്കെ പിടിച്ച് റോട്ട് നിൽക്കുന്നവരൊന്ന് കൊടുത്തു നോക്കി, അന്നേരം അറിയാം, വിവരം അറിയാം. ഓക്കെ, അത് നമ്മൾ ചെയ്യില്ല. അവൻ പറയുന്ന ചീത്തയ്ക്കും കൂടെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ഭാര്യയുടെ പുറത്തിട്ട് ഇടിക്കും. ഈ പുള്ളി അങ്ങനെയായിരുന്നു. പുള്ളി ഓഫീസിലെ ഫ്രസ്ട്രേഷൻസ് എല്ലാം തീർത്തുകൊണ്ടിരുന്ന ഭാര്യയുടെ പുറത്തായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഓഫീസിൽ നിന്ന് വന്ന് സോഫായിലിരിക്കുമ്പം ഈ സഹോദരി അടുത്ത് നിന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് പുള്ളിയുടെ ഷൂസിൻ്റെ ലേസ് അഴിച്ച് ഊരി. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭർത്താക്കന്മാരെ ദൈവങ്ങളെ പോലെയാണ് കാണുന്നത്. ഇതും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയേക്കല്ലേ. ഇയാളുടെ ഷൂസ് ഇങ്ങനെ ഊരാൻ തുടങ്ങലും അയാൾ ആ ഷൂസ് ഇട്ട് ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുത്ത് ഇവർക്കിട്ട് ഇവർ പോയി ഭിത്തിയെ തറയടിച്ച് വീണ് ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. ഇവരുടനെ അവിടെ കിടന്നൊരു ടവലെടുത്ത് ആ നെറ്റി ശരിക്ക് വരിഞ്ഞങ്ങ് കെട്ടിയിട്ട് പിന്നെയും പോയി മുട്ടുകുത്തി നിന്ന് ഈ ചെരുപ്പിൻ്റെ ബാക്കി ഊരി. ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. കാരണം എന്താ? ഇവർ മരിച്ചായിരുന്നു. മനസ്സിലായോ? അപ്പോൾ രണ്ടാമതും പോയി പുള്ളിക്കാർ ഈ ഷൂസ് ഊരാൻ തുടങ്ങിയപ്പം ഈ ഭർത്താവ് നിലത്തോട്ടങ്ങ് ഇരുന്നിട്ട് പറഞ്ഞ്, എന്നെപ്പോലൊരു മൃഗത്തെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു, ഞാനല്ല, ഞാൻ മരിച്ചു, ജീവിക്കുന്ന ക്രിസ്തുവാണ്, കർത്താവാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു. ഇയാളൊരു കൺവെൻഷൻ പ്രസംഗകനായി മാറി. 95-ാം വയസ്സിൽ പുള്ളിയുടെ കൺവെൻഷൻ സ്റ്റേജ് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയെ കാണാൻ പറ്റില്ല, പുള്ളി പ്രസംഗിച്ചിട്ട് പോയായിരുന്നു. അയാൾക്ക് 95, എൻ്റെ 95-ാം വയസ്സിലല്ല, അയാളുടെ 95-ാം വയസ്സിൽ അയാൾ പ്രസംഗിച്ചിട്ട് പോയ സ്റ്റേജ് ഞാൻ കണ്ടു. അത്രയാണ്. നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി സ്ഥലത്ത് പുള്ളി ക്രിസ്തുവിനെ സാക്ഷിയായി. എന്തുകൊണ്ടാണെന്നറിയോ? ഈ വീട്ടിൽ ആ ഭാര്യ ശരിക്കും യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയായിരുന്നു. പരാതികളില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പരാതിയുണ്ടോ? നിങ്ങൾക്കറിയാം, ഏത് വലിയ കല്യാണ പ്രോബ്ലം, കുടുംബ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ഒരൊറ്റ മിനിറ്റ് മതി. മരിച്ചോ എന്നൊരൊറ്റ കാര്യം. ശരിയാണോ? ഈ മരണം എന്ന് പറയുന്നത് നമ്മൾ വിവാഹ ജീവിതത്തിൻ്റെ തത്വങ്ങളിലേക്കൊക്കെ നമുക്ക് നാളെ വരാം. ഇത് ഇപ്പം മനസ്സിലായില്ലേ? ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് വിവാഹ ജീവിതം എങ്ങനെയാണെന്നുള്ള കാര്യം, ആ മാർമിക നീതി, ആന്തരികമായ നീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. വിശ്വാസത്താൽ വരുന്നത്. ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നുള്ള വിശ്വാസത്താൽ എനിക്ക് ലഭിക്കുന്ന നീതി. മനസ്സിലായോ? ആ വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പം ഞാൻ മാനുഷികമായിട്ടല്ല ചിന്തിക്കുന്നത്, മനുഷ്യൻ്റെ റിസോഴ്സ് വെച്ചല്ല. എന്നെ ഇനി ഇടിച്ചാൽ എൻ്റെ അപ്പൻ ആരാന്നറിയാമല്ലോ, അതിനോടൊക്കെ മരിച്ചു, ഡൈഡ്. രസമുണ്ടോ? സന്തോഷം തോന്നുന്നുണ്ടോ? ഇത് നല്ല ഉഗ്രനൊരു ജീവിതമല്ലേ ഇത്, അല്ലേ? ഇങ്ങനെ ജീവിക്കാൻ കർത്താവ് ഉള്ളിലുള്ളവർക്ക്. അതാണ് പുതിയ നിയമത്തിൻ്റെ മർമ്മം. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. ഓക്കെ, ഇനി ഞാനത് ഒരു ഇന്നത്തെ സമൂഹവുമായിട്ട് ബന്ധിപ്പിച്ചൊന്ന് പറയാൻ ശ്രമിക്കുക. സമൂഹത്തിൽ 2 തിയറികളാണ് ലോകത്ത് മുഴുവനുള്ളത്.
ആദ്യം മുതലേ മനുഷ്യന് എൻജോയ്മെൻ്റ് ഇഷ്ടമാണ്. ശരിയല്ലേ? നിങ്ങൾ പിള്ളേരെ നോക്കിക്കുക. പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തോ? പ്രാർത്ഥിക്കുന്നതാണോ മൊബൈൽ നോക്കുന്നതാണോ? എന്തുകൊണ്ടാ? രസം ഇതിനകത്താ, മൊബൈലിനകത്താ അല്ലേ? സമ്മതിച്ചോ? നിങ്ങൾ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആ ആളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകണം? രസം ഉണ്ടാകണം അല്ലേ? നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്ന രീതിയിൽ അവർ വർത്തമാനം പറയുന്നെങ്കിൽ നിങ്ങൾ അയാളെ സുഹൃത്താക്കുമോ? സുഹൃത്താക്കൂല. അപ്പോൾ സുഹൃത്താക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് രസം വേണം. ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? രസം വേണം. ഇപ്പോൾ നിങ്ങൾ 2 ഹോട്ടൽ മുമ്പിലുണ്ട്. ഈ 2 ഹോട്ടലിൽ എവിടെ പോകണമെന്ന് എങ്ങനെ തീരുമാനിക്കുന്നത്? നിങ്ങൾക്ക് എവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ആരാ? രസം. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. പക്ഷേ ഏത് ധരിക്കണോ നിങ്ങൾ എങ്ങനെ തീരുമാനിക്കുന്നത്? ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ രസം തരുന്നത്? മനസ്സിലായോ? അപ്പോൾ ലോകം മുഴുവൻ ആളുകൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യം? അവരവർക്ക് ഇഷ്ടമുള്ള രസമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. സമ്മതിച്ചോ? അപ്പോൾ രസം ഇല്ലെങ്കിലോ? വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളായി. രസം ഒട്ടുമില്ല. അയാളെ കാണുമ്പോഴും രസമില്ല, അവളെ കാണുമ്പോഴും രസമില്ല. എന്ത് ചെയ്യാം? എന്ത് ചെയ്യണം? പറ. ഡൈവോഴ്സ് ചെയ്ത് എന്തിനാ വെറുതെ അവൻ്റെ ഇടിയും കൊണ്ടുകൊണ്ട് കഷ്ടപ്പെടുന്നിട്ട് കിടക്കുന്നത്? നിനക്ക് വേറെ പോയി ജീവിച്ചുകൂടെ? നിനക്കുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? രസത്തിന് വേണ്ടി. സമ്മതിച്ചോ? ഒരു കുഞ്ഞു വയറ്റിലുണ്ടായി. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഡിസ്കസ് ചെയ്യുവാണ്. വേണ്ട, കാരണം ഇപ്പോൾ കുഞ്ഞുണ്ടായാൽ നമുക്ക് വളർത്താനുള്ള പൈസ ഇല്ല, സാമ്പത്തികം ഇല്ല, ജോലി സ്ഥിരമായിട്ടില്ല. അപ്പോൾ ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ വലിയ ഫിനാൻഷ്യൽ ബാധ്യതയായിരിക്കും, ഇൻഷുറൻസ് ഇല്ല, നമുക്കങ്ങ് അബോർട്ട് ചെയ്തേക്കാം. എനിക്കത് പറയുമ്പോൾ തന്നെ ഉള്ളിലൊരു പ്രയാസം ഉള്ളിൽ ഇങ്ങനെ വന്നു. അപ്പോൾ പറയും തെറ്റല്ലേ, വേണ്ട എന്ന് പറയുമ്പം സ്ത്രീ പറയുന്നത് ഇന്നത്തെ മോഡേൺ സ്ത്രീ, എൻ്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഐ ഹാവ് ദാറ്റ് ഫ്രീഡം. ഇത് അമേരിക്കയിൽ വലിയ പ്രസ്ഥാനം അത്. എൻ്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് സ്വതന്ത്രമായി രസിച്ച് ഉല്ലസിച്ച് നടക്കണം. ഓക്കെ, ഇത് മഹദിയാം ബാബിലോൺ എന്നുള്ള മർമ്മമാണ്. അത് ഞാൻ പിന്നീട് അവസരത്തിൽ പറയാം. ഈ മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ രാജാവാകുന്നതാണ്. മനുഷ്യൻ്റെ രസങ്ങളാണ് മ്ലേച്ഛതകൾ. അത് ഈ രസങ്ങളെല്ലാം അവസാനം മ്ലേച്ഛതകളായിട്ടാണ് വരുന്നത്. ആണിനോടും പെണ്ണിനോടുമുള്ള അവലക്ഷണകരമായ പെരുമാറ്റങ്ങളെല്ലാം ഈ ബാബിലോണിൻ്റെ എക്സ്പ്ലോഷനാണ്. അത് അവസാനം അങ്ങനെ വരുന്നത്. അപ്പോൾ അത് ആ സ്വാതന്ത്ര്യമാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക്. അതായത് മ്ലേച്ഛമായി രസം എൻജോയ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്യും? മതങ്ങൾ നിയമങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിക്കാവൂ അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മുടെ പിള്ളേർ എന്ത് ചെയ്യില്ല? കേൾക്കില്ല. പിള്ളേർക്ക് എന്ത് വേണം? രസം വേണം. അപ്പോൾ അപ്പനന്മാർ പറയും ഇരുന്ന് പ്രാർത്ഥിക്കടാ. ഇപ്പോൾ പിള്ളേർ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കും, പക്ഷെ അവർക്ക് രസമില്ല. രസം എവിടെ ഇരിക്കുന്നത്? ഒരു സ്ക്രീനിൻ്റെ മുമ്പിലാണ് ഈ രസം മുഴുവൻ ഇരിക്കുന്നത്. അത് ഏത് സ്ക്രീനായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു സ്ക്രീൻ വേണം. ഒന്നുകിൽ TV, അല്ലെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ടാബ്, എന്തെങ്കിലും വേണം. ഇതില്ലാതെ ഒരു രക്ഷയില്ല. രസം അതാ. സമ്മതിച്ചോ? ഇനി നമുക്ക് കർത്താവിൻ്റെ അദൃശ്യ പ്രമാണം എന്തിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം ഒരു നിമിഷം. എന്നോടൊരു സഹോദരി ഒരു കൗൺസിലിങ്ങിൽ ഒരു കാര്യം പറഞ്ഞു. ഒരാളല്ല, ഒത്തിരി സഹോദരിമാരിത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സഹോദരിയുടെ സാക്ഷ്യം ഇത്തിരി വേദനാജനകമായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, തൽക്കാലം ഭർത്താവിൽ നിന്ന് ഇത്തിരി അകന്ന് താമസിക്കുക. കാരണം ജീവൻ അപകടത്തിലാവും. ഇയാൾ ഉപദ്രവിക്കുന്നുണ്ട് മകനെ. അതുകൊണ്ട് ഒന്ന് അകന്ന് താമസിച്ചിട്ട് പ്രാർത്ഥിക്കുക. ഡൈവോഴ്സ് ഒന്നും ചെയ്തേക്കരുത്. നാളെ അദ്ദേഹം മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്തിരി അകന്ന് താമസിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരി പിറ്റേ ദിവസം എന്നോട് പറയാം, ഫോൺ ചെയ്തപ്പോൾ ഞാൻ എങ്ങനെയായിന്ന് ചോദിച്ചാൽ പറയാണ്, അതെ പാസ്റ്റർ, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പം പാസ്റ്റർ പറഞ്ഞ പോലെ അല്ല കർത്താവിനോട് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞേ? നീ അവിടെ മരിച്ചോളാനാ പറഞ്ഞു, നിൻ്റെ സ്നേഹം അവന് കൊടുക്കാനാ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മരിക്കാൻ തയ്യാറാണോ?
ഇപ്പോൾ കർത്താവ് അത് പറയുമ്പോൾ അതല്ലേ പാസ്റ്ററെ സന്തോഷം. ഞാൻ പറഞ്ഞു ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാനത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ പരിജ്ഞാനം ആര് കൊടുക്കണം? ആത്മാവ് കൊടുക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ദൈവം സഹോദരി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. കാരണം അവർക്കാ പരിജ്ഞാനം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടത്, ആ പരിജ്ഞാനത്തിൽ ജീവിക്കാനുള്ള ധനം ആര് തരണം? ആത്മാവ് തരണം. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞാണോ ശരി, അവർ പറഞ്ഞാണോ ശരി? ആ ധനം എവിടെ നിന്ന് കിട്ടും? അവൻ്റെ പരിജ്ഞാനത്തിൽ ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം അവൻ നമുക്ക് ഓരോ ദിവസവും ദാനം നൽകിയിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാനും മരിക്കാനും സ്നേഹിക്കാനും ഉള്ള ധനമല്ല എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനാണ് വരുന്നത്. ഇതാണ് ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ള മർമ്മം. ഇനി ഇത് മറക്കുമോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്തു എൻ്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്ക് വേണമെങ്കിൽ മാറി താമസിക്കാം. പക്ഷേ നേരത്തെ പോലെ രസമല്ല എന്നെ നിയന്ത്രിക്കുന്ന, സ്നേഹമാണ്. ഈ സ്നേഹം നിയന്ത്രിക്കുന്നെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ സ്വാതന്ത്ര്യം, എന്താ സ്വാതന്ത്ര്യം? എന്തും ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യൂല. കാരണം എന്നെ നിയന്ത്രിക്കുന്ന ആരാ? സ്നേഹമാണ്. ഭർത്താവ് ഭാര്യ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ പക്ഷെ എങ്ങോട്ടും പോവില്ല. ഇപ്പം ഇന്നലെ വേറൊരു സഹോദരി പറയായിരുന്നു, ഞാൻ അവരോട് സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പം അവർ പറഞ്ഞു പിന്നെ ഒരിക്കലാവട്ടെ എന്ന് പറഞ്ഞു. ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്ട്രഗിളാണ്. പക്ഷെ അവർക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. മക്കളുടെ പോയി താമസിക്കാം, മക്കളുടെ പോയി താമസിക്കാൻ അവർ നിർബന്ധിക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഈ സഹോദരി പറയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ദൈവം എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലം. അവിടെ എനിക്ക് കർത്താവിൻ്റെ കൂടെയുള്ള മരണം അനുഭവിക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് കർത്താവിൻ്റെ ജീവൻ എന്താണെന്ന് ഞാൻ അനുഭവിക്കുന്നത്. അത് വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകും എന്നാണ് ചോദിക്കുന്നത്. ഇത്തിരി കട്ടിക്കൂടി പോയല്ലേ ഞാൻ പറഞ്ഞതിന്? കട്ടിക്കൂടി പോയല്ലേ? ഇപ്പം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലുള്ള ജീവിതം, കുടുംബജീവിതം, ഈ കുടുംബം നമുക്ക് ദൈവം തരുന്നത് തന്നെ ഈ പരിജ്ഞാനം നമ്മളെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ മാർമികമായ നീതി ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, അവൻ്റെ ജീവനാൽ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തി തരുമ്പോൾ, നമ്മൾ നിയമങ്ങളുള്ളത് കൊണ്ടല്ല നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? ഈ സ്നേഹം നമ്മളിൽ ഒന്ന് നിറയുന്നത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിയമം മാറിപ്പോയോ? ഇല്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ദുഷ്ടനായ ഇടികൊള്ളുന്ന ഒരു ഭർത്താവിൻ്റെ കീഴടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എൻ്റെ ഉള്ളിൽ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നതുകൊണ്ടും ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടുമാണ്. വ്യത്യാസമുണ്ടോ? അപ്പോൾ എഫേസ്യ ലേഖനം നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 1 മുതൽ 5:21 വരെ പറഞ്ഞ ശേഷമാണ് 22 വരുന്നത്. അപ്പോൾ അതിനു വേണ്ട ഒരു ഒരുക്കം നമുക്ക് തന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ദൈവത്തിന് എന്ന പോലെ കീഴടങ്ങിയിരിക്കാനും ക്രിസ്തു എന്ന പോലെ സ്നേഹിക്കാനൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഈ മർമ്മം എഫേസ്യ ലേഖനം വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് 2-3 വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ? എനിക്കും ഇന്ന് രാത്രി ഒരു ദീർഘയാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. അതൊരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥിക്കുന്നു നോക്കിക്കോ. ഇത് 2 പത്രോസിൽ നമ്മൾ വായിച്ച വാക്യം പോലെ തന്നെയുള്ളൊരു വാക്യമാണ്. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അപ്പോൾ പുറത്തെ മനുഷ്യൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്ക് അവർ പറഞ്ഞാൽ ഞാൻ 2 വാക്ക് തിരിച്ചു പറയും. ഇത് പുറത്തെ മനുഷ്യനാണോ അകത്തെ മനുഷ്യനാണോ? പുറത്തെ മനുഷ്യനാണ്. അത് മനുഷ്യൻ സമ്പാദിച്ച പഴയ മനുഷ്യനാണ്. എന്നാൽ ഇവിടെ ആത്മാവ് ഏത് മനുഷ്യനെ ശക്തനാക്കുന്നത്? അകത്തെ മനുഷ്യനെയാണ്. ഒരൊലക്ക വെച്ച് തലക്കെട്ടടിച്ചാലും സ്നേഹിക്കാൻ പറ്റുന്ന അത്ര സ്ട്രെങ്ത് ഉള്ളിലെ മനുഷ്യന് ലഭിക്കുമോ? ആഗ്രഹമുണ്ടോ? അറിയില്ല. പിതാവ് ആകർഷിക്കാതെ ആർക്കും ഇത് ആഗ്രഹിക്കാൻ പോലും പറ്റില്ല. ഓക്കെ. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും, അടുത്തത് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും. അടുത്ത് നോക്കിയേ. അപ്പോൾ ക്രിസ്തു ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രസത്തിൻ്റെ അടിമകളല്ല, സ്നേഹത്തിൻ്റെ അടിമകളാണ്. നമ്മൾ രസിക്കാൻ വേണ്ടിയല്ല, സ്നേഹിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളിവിടെ നിന്ന് പ്രസംഗം കേൾക്കുമ്പം നിങ്ങൾ രസിക്കുമല്ല, കർത്താവിനോടുള്ള സ്നേഹത്താൽ നിറയുമായിരിക്കും.
നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ മക്കളെ നോക്കുമ്പോൾ, ഭാര്യയെ നോക്കുമ്പോൾ ഭർത്താവിനെ നോക്കുമ്പോൾ രസമല്ല ഓർമ്മ വരുന്നത്, സ്നേഹമാണ് ഓർമ്മ വരുന്നത്. എന്താ ഓർമ്മ വരുന്നത്? ഭാര്യയെ കാണുമ്പോൾ, ഭർത്താവിനെ കാണുമ്പോൾ ലോകപരമായ ലസ്റ്റ് അല്ല ഓർമ്മ വരേണ്ടത്. എന്താ വരേണ്ടത്? കർത്താവ് എന്നെ സ്നേഹിച്ച സ്നേഹമാണ് ഓർമ്മ വരേണ്ടത്. ഇപ്പോൾ ക്രിസ്തീയ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ലൈംഗികതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് ലൈംഗികതയും എല്ലാ വാത്സല്യങ്ങളും ഉണ്ടാകേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ നമ്മുടെ എല്ലാ ബന്ധങ്ങളുടെ അടിസ്ഥാനം എൻജോയ്മെൻ്റ് അല്ല, ഡെത്താണ്, സാക്രിഫൈസാണ്, മരണമാണ്, ജീവനാണ്. നമ്മുടെ മരണമാണ് ക്രിസ്തുവിൻ്റെ ജീവൻ. അവൻ്റെ മരണത്തിൻ്റെ സദൃശത്തോട് നമ്മൾ ഏകീഭവിച്ചവരായാൽ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സദൃശത്തോടും ഏകീഭവിക്കും. ഓക്കെ, അതിൻ്റെ ബാക്കിയോട് വായിക്കാം. നിങ്ങൾ സ്നേഹത്തിൽ വരുന്ന അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് ആ സ്നേഹത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നിറവിനാൽ നിറഞ്ഞു വന്നാൽ നമുക്ക് ആരുടെ സ്വഭാവം കിട്ടും? ക്രിസ്തുവിൻ്റെ സ്വഭാവം കിട്ടും, അല്ലേ? ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവൻ്റെ സർവ്വസമ്പൂർണതയും എൻ്റെ അകത്താകുന്നു. ഞാൻ വിശ്വാസത്താൽ അത് ജീവിക്കുമ്പോൾ അത് എനിക്ക് ജീവന് ആധാരമായി മാറുന്നു. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പം നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വിശ്വാസത്താൽ. എങ്ങനെയാണ് വസിക്കുന്നത്? വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ, ബൈ ഫെയ്ത്ത്. ആ വിശ്വാസത്താലാണ് നമ്മൾ ഈ കുടുംബജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ അടുത്ത ദിവസം കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ കുടുംബങ്ങളായി വിളിച്ചു. കർത്താവെ, ചിലരെ ഏകാന്തരായി വിളിച്ചു. അവിടെ എല്ലാം ദൈവമേ അങ്ങയുടെ കൃപയാണ് ഞങ്ങളെ നടത്തിയിട്ടുള്ളത്. കർത്താവെ, അങ്ങയുടെ പരിജ്ഞാനത്തിൽ ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം കർത്താവെ അവിടെ ഞങ്ങൾക്ക് ദാനം തരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ നന്മകളാൽ ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, അങ്ങ് ജീവിച്ച് ഞങ്ങൾ മരിച്ച് ആ ജീവൻ്റെ പുതുക്കത്തിലുള്ള എല്ലാ അധികാരത്തോടെയും ശക്തിയോടെയും സ്നേഹത്തിൽ വേരൂന്നുന്ന സ്വാതന്ത്ര്യത്തിലൂടെ കർത്താവ് ഞങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാനുള്ള കരുണ ഞങ്ങൾക്ക് തരണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.